ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. Hallelujah, hallelujah. Let's draw to our Lord with a true heart. Hallelujah. എത്ര പേര് സമർപ്പിക്കുന്നു കർത്താവേ? Hallelujah. ആ ഒരു hallelujah, ആ ഒരു ട്രൂത്തിനോട് hallelujah, ദൈവത്തിനോട് hallelujah. എന്താണ് ഇങ്ങനെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. പരമാർത്ഥ ഹൃദയം. Hallelujah, hallelujah. True heart. This is what God wants. Hallelujah. In each one of us, that to have that true heart when we come in His presence. Hallelujah. Lord is expecting that we should come with a true heart. Let's surrender to the Lord. Lord, help us, Lord, to come in Your presence with a true heart. പരമാർത്ഥ ഹൃദയത്തോടെ നമുക്കൊരു തീരുമാനമെടുക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണേ. ഹല്ലേലൂയ. ഓരോ പ്രാവശ്യവും നമ്മളിവിടെ കൂടി വരുമ്പോഴും നമ്മുടെ ലോകത്തിലായിരിക്കുമ്പോഴും ഹല്ലേലൂയ ആ പരമാർത്ഥ ഹൃദയത്തോടെ
ഹല്ലേലൂയ നമുക്ക് അവന്റെ കൂടെ എപ്പോഴും അവന്റെ സന്നിധിയിലായിരിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ. Oh, we thank you, we thank you, we thank you, thank you, Lord Jesus. Hallelujah, Jesus. Hallelujah. ക്ഷീണിച്ചു പോയിടല്ലേ നാദായി പോയി ഞാൻ ജീവൻ പോകുവോളം ഞങ്ങൾ സഹായിക്കണേ അപ്പച്ച. It's not so easy, Master. We are in a perverse and crooked generation. We need that heart, hallelujah, that pure heart, pure conscience. Oh, give us that new heart to us, Master. സഹായിക്കണേ കർത്താവേ. ഞങ്ങൾ ബലഹീനരാണ്. Lord, we are weak vessels, Lord. Hallelujah. We don't know what will happen in the afternoon, Lord. Our decisions which we make, hallelujah, are sometimes against you, Lord. But if you give that pure heart, because the word says, blessed are those who are pure in their heart, they shall see God. ഹൃദയശുദ്ധിയുള്ളവൻ ദൈവത്തെ കാണും. Hallelujah. കർത്താവേ, ഹൃദയശുദ്ധി എന്റെ ദൈവം മടങ്ങി വരാൻ പറയുന്നു. അവൻ പറയുന്നു, ഞാൻ നിനക്ക് ഒരു പുതിയ ഹൃദയവും ഒരു പുതിയ ആത്മാവിനെയും നൽകും. പിന്നെ പോലെ വേറെ ആരുണ്ട് കർത്താവേ? ഹല്ലേലൂയ. Yes. Let's decide today, Lord, give us that heart that you desire. Hallelujah. Yes. I thank the Lord for this wonderful time. കർത്താവിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. I thank the Lord for His presence. തുടർന്ന് നമ്മൾ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. Let's sit His presence with prayer. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നമ്മൾ അനുഭവിക്കും. We experience the presence of the Holy Spirit. ഹല്ലേലൂയ. Hallelujah. കൈയൊക്കെ ഉയർത്തി കർത്താവിന് നന്ദി Can you lift പറഞ്ഞാട്ടെ. up your hands and worship the Lord and thank the Lord. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. തുടർന്നുള്ള Hallelujah. ശുശ്രൂഷയെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ. Can anybody who was led by the Holy Spirit, can you please pray for the coming times? മുട്ടുമടക്കുവാൻ എന്റെ കർത്താവിനെ തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. എന്റെ ദൈവമേ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. Jesus. സകല നാവും പാടും ഹല്ലേലൂയ. സകല മുട്ടുകളും കർത്താവേ ഹല്ലേലൂയ Amen. നിന്റെ മുമ്പാകെ വണങ്ങുന്നു കർത്താവേ. നിന്റെ വചനം പോലെ എന്റെ കർത്താവേ ഹല്ലേലൂയ പച്ച കർത്താവേ ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾക്ക് അവസരം തന്നതിനായിട്ട് സ്തോത്രം നന്ദിയോട് ചെയ്യുന്നു സ്തോത്രം പിതാവേ. Oh, we thank you, Lord. ആരുടെങ്കിലും We thank you, കർത്താവ് Lord. Jesus. നാവ് കർത്താവ് ദൈവം ഇന്ന് യേശു ക്രിസ്തു എന്ന് പറയുന്നില്ല എങ്കിൽ എന്റെ കർത്താവേ Amen. എന്റെ ദൈവത്തിന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കണമേ എന്ന് പ്രവർത്തിക്കുമാറാക്കണേ കർത്താവേ. മുട്ടാടെ മടങ്ങിയില്ല എങ്കിൽ എന്റെ കർത്താവ് സ്തോത്രം. ദൈവമേ ഹല്ലേലൂയ അപ്പച്ച നിന്റെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവമേ കർത്താവേ every knee shall bow. സംഭവിക്കണമേ, Hallelujah. സംഭവിക്കണമേ. That Jesus Christ is the Lord of the Hallelujah. ദൈവമേ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പലപ്പോഴും കർത്താവ് അടയ്ക്കുന്ന മുട്ട്. പ്രാർത്ഥിക്കുന്ന കർത്താവേ ആമേൻ. ദൈവമേ ഹല്ലേലൂയ നിന്റെ മക്കളാണ് പറഞ്ഞിട്ട് കർത്താവ് Jesus. പലപ്പോഴും ഞങ്ങളുടെ കർത്താവെ മുട്ടുമടങ്ങാതിരുന്നിട്ടുണ്ട് Yes, കർത്താവേ. യേശുവേ. ദൈവമേ ഞങ്ങളുടെ കർത്താവ് നാവ് കൊണ്ട് പറയാതിരുന്നിട്ടുണ്ട് കർത്താവ്. എന്റെ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. സഹായിക്കുമാറാക്കണമേ. ഓരോ ഹൃദയത്തെ കർത്താവ് സ്പർശിക്കണമേ ആമേൻ, കർത്താവേ. യേശുവേ. എന്റെ ദൈവമേ നിന്റെ മുമ്പാകെ മാത്രം കർത്താവ് ആമേൻ. ഞങ്ങളുടെ മുട്ടുകളെ വഴങ്ങുവാൻ എന്റെ ദൈവമേ നിങ്ങളെ സഹായിക്കണമേ എന്ന് സഹായിക്കുമാറാക്കണമേ. പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ ഐഡൽസിനെയും ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ കർത്താവ് ഹല്ലേലൂയ. എന്റെ കർത്താവ് എടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. മാറ്റുമാറാക്കണമേ. എന്റെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ സ്തോത്രം, കർത്താവേ. സ്തോത്രം. ദൈവമേ ഹല്ലേലൂയ കടന്നു വന്ന ഓരോ ജനത്തെയും കർത്താവേ ഓരോ വ്യക്തികളെ എന്റെ കർത്താവ് നീ സ്പർശിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ സ്പർശിക്കണം. ഞങ്ങളുടെ യൗവനക്കാരെ നീ സ്പർശിക്കണം. ഞങ്ങളുടെ കർത്താവെ ഓരോരുത്തരും എന്റെ കർത്താവെ ഹല്ലേലൂയ. കൈയോടെ ദൈവം എന്റെ കർത്താവ് ആരും പറഞ്ഞു വിടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിതാവേ. ഒരു പുതിയ ഹൃദയത്തോടെ പുതിയ ആത്മാവിനാൽ എന്റെ കർത്താവെ ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവ് ഭവനത്തിൽ മടങ്ങി പോകുവാനും Amen. കർത്താവ് ദൈവമേ ഇനിയുള്ള ജീവിതം എന്റെ കർത്താവിനായി ജീവിക്കുവാനും എന്റെ കർത്താവ് ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ഓ. എന്റെ ദൈവത്തോടുള്ള ആ വാഞ്ച എന്റെ ഹല്ലേലൂയ. ദൈവത്തോടുള്ള കർത്താവെ ഹല്ലേലൂയ വൈരാഗ്യം എന്റെ കർത്താവെ ഒരു Amen. ദേശം പോലെ കുറഞ്ഞു പോകുവാൻ എന്റെ കർത്താവ് അനുവദിക്കല്ലേ എന്ന് അനുവദിക്കരുതേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പാ. ദൈവം ഞങ്ങളെ മനുഷ്യരാണ് കർത്താവെ. ആമേൻ. ഞങ്ങൾ ദൈവമേ ഹല്ലേലൂയ ബലഹീനരാണ് കർത്താവെ. ആമേൻ. എന്നാൽ കർത്താവ് നിന്റെ ശക്തി ഞങ്ങൾ തികഞ്ഞു വരുന്ന കർത്താവെ. ആമേൻ. എന്റെ ദൈവമേ ഞങ്ങൾക്ക് അത് മതി എന്റെ ബലഹീനരെ കർത്താവെ. തികഞ്ഞു നിന്റെ കൃപ വരുന്ന ഞങ്ങൾക്ക് ദൈവശക്തി. മതി എന്റെ കർത്താവെ. കർത്താവേ, എന്റെ ദൈവമേ ഞങ്ങളെ സ്തോത്രം. സഹായിക്കണം കർത്താവെ. സഹായിക്കണമേ. എന്റെ ദാസിനെ കർത്താവ് നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. കർത്താവേ. ദൈവമേ ശക്തിയോടെ എന്റെ കർത്താവ് എടുത്ത്
അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് വന്ന ഹൃദയങ്ങൾ കർത്താവ് നിന്റെ കർത്താവ് വചനത്താൽ എന്റെ ദൈവമേ ഓരോ ഹൃദയത്തെ നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ ഹല്ലേലൂയ അപ്പച്ച നീ സംസാരിച്ച ഹൃദയം കർത്താവേ എന്റെ ദൈവമേ ഹല്ലേലൂയ തന്റെ ദാസന്റെ വായ്പടി എന്റെ കർത്താവിന്റെ ശബ്ദം ഓരോ ഹൃദയത്തിൽ മേലും പതിഞ്ഞു പോകുവാൻ എന്റെ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ ദൈവമേ. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ. ദൈവ ക്രിസ്തുവിനെ കർത്താവെ സ്വീകരിച്ചിട്ടല്ലാതെ എന്റെ കർത്താവ് ഞങ്ങൾ ആരും കടന്നു മടങ്ങി പോകുവാൻ എന്റെ കർത്താവ് അനുവദിക്കരുത് കർത്താവേ. ഒരു പുതിയ ഹൃദയമില്ലാതെ ഒരു പുതിയ ആത്മാവില്ലാതെ എന്റെ കർത്താവേ ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞേക്കില്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളെ ഒരുക്കുന്ന നിന്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. നീ ഞങ്ങളുടെ ഉള്ളിലോട്ട് കർത്താവേ നിന്റെ സ്നേഹത്തെ നീ പകർന്നിറങ്ങണമേ കർത്താവേ. തമ്മിലുള്ള കർത്താവേ ഹല്ലേലൂയ പിറുവിറുക്കാനല്ല കർത്താവ് എന്റെ ദൈവമേ തമ്മിൽ സ്നേഹിക്കുവാൻ എന്റെ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. നിന്റെ കൃപ ഞങ്ങൾക്ക് മതി കർത്താവ്. നിന്റെ സ്നേഹം ഞങ്ങൾക്ക് മതി കർത്താവേ. ദൈവമേ ഹല്ലേലൂയ അപ്പച്ച സകലത്തിൽ മീതെ കർത്താവേ ഹല്ലേലൂയ അപ്പച്ച ഹല്ലേലൂയ കർത്താവ് ഒരു ദൈവ കൃപ ഏത് പ്രശ്നത്തിൽ മീതെ കർത്താവേ ഹല്ലേലൂയ ഓവർ പവർ ചെയ്യുന്ന ഒരു ദൈവ കൃപ ഞങ്ങളുടെ കർത്താവ് ഉള്ളിലോട്ട് നീ പകർന്നിറങ്ങണമേ കർത്താവേ. ദൈവമേ ഹല്ലേലൂയ അപ്പച്ച ഏത് നിരാശയുടെ മേളിൽ കർത്താവേ ഏത് കർത്താവ് വൈരാഗ്യത്തിന്റെ മേളിൽ കർത്താവേ ഏത് കർത്താവ് ഹല്ലേലൂയ പിറുവിറുക്കുന്നതിന്റെ മേളിലും കർത്താവ് എന്റെ കർത്താവിന്റെ അധിക കൃപ ഞങ്ങളുടെ മേൽ നീ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ സഹായിക്കണമേ നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. അവസാനം വരെ കർത്താവേ ഞങ്ങൾ പിരിവോളം എന്റെ കർത്താവേ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുവാൻ എന്റെ കർത്താവേ ദൈവമേ ഹല്ലേലൂയ നീ സഹായിക്കണം അപ്പച്ച. നീ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ ആമേൻ. Let's sit in his presence with prayer. Today morning, Dr. Roy will be helping us with the Psalms. We believe that the words which Lord spoke to him, it will be blessing for us. We just pray that Holy Spirit should lead him and guide us. Thank you, Jesus. Father, we tun alles in deine Hände. I commit everything into your hands, my God. Father, we tun alles in deine Hände. Every word that is being spoken, Father. Jedes Wort, das wir heute sprechen. Let your name be glorified. Alles, was wir sagen, Vater, soll deinen Namen hochpreisen. Not for my greatness, God. Nicht für meine Großartigkeit. As a broken vessel, I am committing myself at your feet, my God. Vater, als ein gebrochenes Gefäß komme ich vor deinen Füßen. Vater, erbaue uns. Vater, erbaue. Vater, du bist ein Herr im Herzen. Vater, es ist nicht unser Name. Es ist nicht unsere Herrlichkeit, sondern deine Herrlichkeit soll fließen. Vater, denn du hast uns dein Leben gegeben. Lass deine große Liebe in diese Welt kommen. Vater, hilf uns. Vater, in deiner Gegenwart, Vater, legen wir uns beide uns. Dein Wort, Vater. Soll ein Wort sein, das Leben gibt. Ein Wort, das Heilung bringt. Ein Wort, das Hoffnung gibt. Ein Wort, das Leben gibt. Vater, ich bitte dich, dass du heute deine Gegenwart uns zeigen lässt. Vater, wir legen alles in deinen Händen. Im Namen von Jesus Christus. Amen. Lass uns alle aufstehen. 57 Psalms. Psalm 57 und lass uns abwechselnd lesen. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിനിഴലിൽ ശരണം പ്രാപിക്കുന്നു. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവർ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ദൈവം തന്റെ ദയയും വിശ്വസ്തതയും അയക്കുന്നു.
ആകാശത്തിനും മീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ദൈവമേ, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. ബാക്കിയുള്ള 3 വാക്യങ്ങൾ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച്. Lasst uns die letzten 3 Verse zusammenlesen. കർത്താവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. നിന്റെ ദയ ആകാശത്തോളം നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം നീളുന്നു. ദൈവമേ, ആകാശത്തോളം ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. കരങ്ങൾ ഉയർത്തി ദാസന പ്രാവശ്യം നമുക്ക് നമ്മുടെ ദൈവത്തിന് ഒരു ഹല്ലേലൂയ പാടാം. ദൈവമേ, തന്നെ ഈ സങ്കീർത്തനത്തിനായി സ്തോത്രം. Vater, wir danken dir für dieses Kapitel, das du uns gegeben hast. ദൈവമേ, നീ ഞങ്ങളെ പോഷിപ്പിക്കുന്ന തീ. Vater, du bist ein Herr, der uns füttert. ഇത് നിന്റെ കരങ്ങളിലോട്ട് സമർപ്പിക്കുന്നു. Und wir nehmen dein Wort in deine Hände. എടുത്ത് ഉപയോഗിക്കും. Benutze es. ഞങ്ങൾ പിന്നെ തൃപ്തരായിട്ട് തിരിച്ചു വീട്ടിലോട്ട് പോകുമ്പോൾ Vater, wenn wir gesättigt zurück nach Hause gehen, ഞങ്ങളുടെ പാക്കറ്റ്സിൽ പാക്ക് ചെയ്തുകൊണ്ട് പോവാൻ നീ സഹായിക്കണം. Vater, hilf uns, dass wir das, Vater, mitbringen. യേശുവിന്റെ നാമത്തിൽ തന്നെ. Im Namen von Jesus Christus. Lasst uns uns hinsetzen. വലിയ ദേവദാസൻ Den geehrten Mann Gottes ദാസന്റെ കുടുംബത്തിനും und seiner Familie സഭയുടെ എൽഡേഴ്സിനും und auch den Ältesten der Gemeinde കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും und für die ganze Gemeinde ദൈവനാമത്തിന് വേഗം വരുന്ന ദൈവനാമത്തിന് മാത്രത്തിനായിട്ട് വന്ദനം ചെയ്യുന്നു. grüße ich euch im Namen Jesus Christus, der bald kommt. നമുക്ക് കഴിയുമോ? Wir haben keine Talente, Because weil ആ ഒരു സ്റ്റേജിലൂടെ നമ്മൾ പോകുന്നു. denn wir gehen durch durch so eine Phase. ഈ 3 ദിവസം Diese 3 Tage, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇരുന്ന ഈ 3 ദിവസം diese 3 Tage, diese 3 Fastentage. God was teaching a lot of things to us. In diesen 3 Tagen hat der Herr uns so viele Sachen beigebracht. ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥന ഒരു വ്യത്യാസമുള്ള ഒരു ഉപവാസ പ്രാർത്ഥന. Und diese Fastentage waren Fastentage, die anders waren. And I am sure, Und ich glaube, ich bin mir sicher, God is going to do a greater thing through this church. dass der Herr größere Sachen machen wird in dieser Gemeinde. നമ്മുടെ ഒരു കാര്യം മനസ്സിലാകണം, നമ്മൾ മനുഷ്യരാണ്. Und wir müssen eins verstehen, wir sind Menschen. നമ്മൾ തെറ്റ് ചെയ്യും, നമ്മൾ നേരുള്ള ഒരു ആകും. Wir werden Fehler machen und wir werden aufrechter werden. പക്ഷെ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് Aber das Wichtigste, നമ്മുടെ ദൈവത്തിന് മുന്നേ ചെന്നുകൊണ്ട് എന്റെ ദൈവമേ നീ എന്നെ സഹായിക്കണേ എന്ന് പറയാനുള്ള മനസ്സിൽ dass wir vor den Herrn gehen und sagen, Herr, Vater, du siehst mein Herz, veränder mein Herz. ദൈവം ബാക്കിയുള്ളത് നോക്കിക്കൊള്ളും. Der Herr wird den Rest schon machen. Let us come back to the Psalms. Lasst uns wieder zurück zum Psalm kehren. 57 സങ്കീർത്തനമാണല്ലോ നമ്മൾ വായിച്ചത്. Wir haben Psalm 57 gelesen. അതിന്റെ മുകളിലത്തെ ഭാഗം വായിക്കുന്നത് ഇങ്ങനെ: സംഗീത പ്രമാണിക്ക് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിന്റെ ഒരു സ്വർണ്ണഗീതം. അവൻ ശൗലിന്റെ മുന്നിൽ നിന്ന് ഗുഹയിലേക്ക് ഓടിപ്പോയ കാലത്ത് ചമച്ചത്. Und die Einleitung zu diesem Psalm lautet so: Ein Lied Davids nach der Melodie richte nicht zugrunde. Er dichtete es, als er auf der Flucht vor Saul in einer Höhle war. മിത്തം എന്ന് പറയുന്നത് പറഞ്ഞാൽ അതൊരു ഹീബ്രു വേർഡ്. ഐ ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക് ഇറ്റ് ഔട്ട്. ബട്ട് എന്ന് പറഞ്ഞാൽ അത് ഗോൾഡൻ സാംസ് എന്ന് പറയുന്ന 16th പിന്നെ 56 to 60 ഈ ഗ്രൂപ്പിനെ മിത്തം എന്ന് പറയുന്നത് അതിന് ഇതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് മിത്തം. നമ്മൾ ഇംഗ്ലീഷിൽ അത് കാണാനുണ്ട്. So that are the golden inscriptions that are very supposed to be dear to David. Und im Hebräischen gibt es ein Wort namens Mittam. Und das bedeutet goldene Psalme. Und Psalm 16 bis Psalm 56 bis Psalm 60. ഈ സങ്കീർത്തനം എഴുതുന്ന അവസ്ഥ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ First Samuel 21. Und um den Hintergrund dieses Kapitels zu verstehen, müssen wir 1. Samuel Kapitel 21. Kapitel 21
ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ചാൽ Vers 1 lesen. ദാവീദ് നോബിൽ പുരോഹിതനായ അഹീമെലെക്കിന്റെ അടുക്കൽ ചെന്ന് അഹീമെലെക്ക് ദാവീദിനെ സംഭ്രമത്തോടെ എതിരേറ്റ് അവനോട് ആരും കൂടെ ഇല്ലാതെ തനിച്ചു വരുന്നത് എന്ത് എന്ന് ചോദിച്ചു. താങ്ക് യു സിസ്റ്റർ. ഈ സാഹചര്യം നിങ്ങൾക്കറിയാം. Wir alle kennen diese Situation. ജോനാഥനുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിരിച്ച് ഷൗല് ദാവീദിനെ ഫോളോ ചെയ്യുന്ന ഷൗലിന്റെ ഇതിൽ ദാവീദ് ഇറങ്ങി ഓടുന്ന ഒരു രംഗമാണ്. Und das ist eine Situation, wo Saul mit dem, wo David mit dem Jonathan einen Pakt schließt und dann vor Saul flieht. തന്റെ ജീവൻ ആരുമില്ലാതെ ശമൂവേൽ വന്ന് പ്രവചിച്ച് അവനെ അനോയിന്റ് ചെയ്ത് കഴിഞ്ഞേച്ച് അവൻ രാജാവാകും എന്ന് അനോയിന്റ് ചെയ്ത് കഴിഞ്ഞേച്ച് സംഭവിക്കുന്ന സംഭവമായി ഇവിടെ. Und das geschieht dann, nachdem Samuel ins Haus Isais kommt und David zum König soll. ഗോലിയാത്തിനെതിരെ he was victorious. Und gegen Goliath hat er gewonnen. അവന് ഒരു പ്രശ്നവുമില്ല. Und er hatte keine Probleme. ഷൗലിന് എതിരിടാൻ കാരണം ഒരു കൂട്ടര് അവൻ വിചാരിച്ചാൽ ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല ഒരു പ്രശ്നം ഉണ്ടാവും. Und er hatte keine Probleme mit Saul. Und ich glaube auch persönlich, dass David an sich gar kein Problem mit Saul gemacht hätte. If he wants to destroy him, the king, he can destroy because he'll have a gang of people. Und wenn der König ihn zerstören രാജാവിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ദാവീദിന് അതൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. Und ich glaube, dass wenn David Saul töten hätte wollen, dass er es noch schaffen würde, denn er hatte eine Gruppe von Leuten. ഞാൻ പറഞ്ഞത് അത് എൻ്റെ bodily principle. Und das sind meine Prinzipien. Bodily principle, നമ്മുടെ Meine ശാരീരിക. körperlichen. പക്ഷെ ദൈവികമായിട്ടുള്ള പ്രിൻസിപ്പിൾ നോക്കിയാൽ Das sind meine körperlichen Prinzipien. Aber wenn wir Gottes Prinzipien anschauen, അത് തെറ്റാ. ദാവീദ് അങ്ങനെ ചെയ്താൽ wäre es falsch, wenn David so gehandelt hätte. അതുകൊണ്ട് ദാവീദ് ആ സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നും മിണ്ടാതെ ആരോടും മിണ്ടാതെ അവൻ ഇറങ്ങി രക്ഷപ്പെടുക. Also, was tut David in dieser Situation? Ohne zu jemandem etwas zu sagen, kehrt er heimlich weg. ഈ സമയത്ത് ഇത് എഴുതുന്ന സമയത്ത് ദാവീദിന്റെ കയ്യിൽ തിന്നാനൊന്നുമില്ല, ഒരു വാള് പോലും ഒന്നുമില്ല, ഇട്ടേക്കുന്ന വസ്ത്രം ഇട്ടുകൊണ്ട് ഓടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഭക്ഷണവുമില്ല, വേറെ ആരുമില്ല. And he does not have any weapons. I am definite about these three things because chapter 21 tells that. Und in Kapitel 21 steht geschrieben, dass dass David in diesem Zeitpunkt alleine ist, dass er keine Waffen hat, dass er wirklich einfach alleine flieht. One of the greatest prophets of Israel had prophesied over this person, telling that he will be a great mighty king and he is going to make a history in the world. What is his position right now? Und aber einer der größten Propheten damals, zur damaligen Zeit, Priester damals, hat über David vorausgesagt, dass er ein König wird. Aber schau die Situation Davids an. Wo ist er gerade? In was für eine Position hat er gerade? അതുകൊണ്ട് ഈ ഒരു പ്രോപ്പർട്ടി ദാവീദിന് ഉള്ളതുകൊണ്ട് ദാവീദ് പിന്നെ he is reaching where he is supposed to reach. Und weil David solche Eigenschaften hatten, erreicht er am Ende die Position, die er letztendlich erreichen sollte. രണ്ട് കാര്യങ്ങളാണ്. Love for his people, for his God and for his people. Zwei Sachen. Nummer 1, Liebe zu seinem Volk. And his the respect for the kingdom and the kingdom of God. Und den Respekt für Gott und das Reich Gottes. നമുക്കിത് രണ്ടും ആവശ്യമാണ്. Wir brauchen beides. Matthew, John 13:34. ഒന്ന് വായിക്കാമോ പെട്ടെന്ന് സിസ്റ്റർ? John 13:34. Johannes 13:34. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. താങ്ക് യു. എനിക്കറിയാം ഞാൻ സങ്കീർത്തനങ്ങളിൽ നിന്ന് ഭയങ്കര ഡീവിയേറ്റ് ചെയ്ത് പോവാ. പക്ഷെ the Spirit of the Lord is clearly telling this church this morning. Und ich weiß, ചില ഡിവിഷൻസ് ഇതിൽ നിന്ന് മാറും.
നമ്മൾക്ക് നമ്മുടെ ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രസ്റ്റീജ് ആയിട്ട് നിൽക്കുന്ന ചില അല്ലെങ്കിൽ ഞാൻ ഇത് എനിക്ക് ബാധമാണ് അത് തകരണം, എന്നാലേ നമ്മുടെ ദൈവത്തിന് നമ്മളെ കൂടെ യൂസ് ചെയ്യണം. Und ich weiß, ich wende hier ein wenig weg vom Psalm, aber das, was der Herr sagt, das ist ein Wort, das für uns alle ist. Es ist etwas, dass wir von unserem Ego weggehen müssen und dieses Wort annehmen sollen. In Johannes Kapitel 13, Vers 34 steht geschrieben: Ein neues Gebot gebe ich euch, dass ihr einander liebt, damit ihr, wie ich euch geliebt habe, ihr einander liebt. നമ്മള് മിനിഞ്ഞാന്നും ഇത് തന്നെ കേട്ടു. ഇന്നലെയും ഏകദേശം സെയിം മെസ്സേജ് തീം വരുന്ന മെസ്സേജ് കേട്ടു. നമുക്ക് നല്ല ഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിൽ പറ്റിയിരുന്നല്ലാതെ നമുക്കത് പറ്റുകയില്ല. Und wir haben es gestern gehört und wir haben es die letzten Tage immer wieder auf Neues gehört. Und was ich sagen möchte ist, dass wir müssen mit dem Herrn eins sein, sonst können wir nicht gute Früchte vorbringen. Wir können nicht das erreichen, was Gott von uns möchte. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ നിന്റെ മഹാപ്രവൃത്തി വലിയ പ്രവൃത്തി ഇവിടെ കാണുവാൻ തക്കണം ഞങ്ങൾക്ക് സാധിക്കണമേ. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. Und wenn wir alle beten, dann sagen wir: Vater, wir wollen deine Wunderwerke sehen. നമ്മുടെ സ്നേഹം, നമ്മൾ തമ്മിലുള്ള സ്നേഹം, നമ്മുടെ റെസ്പെക്ട്, നമ്മൾ തമ്മിലുള്ള റെസ്പെക്ട് ശരിയാണോ? അത് നമ്മൾ ഫസ്റ്റ് ഫ്രം വൺ തൊട്ട് നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ഭയങ്കര ആവശ്യമാണ്. Und wir müssen noch mal über den Anfang noch mal gehen. Ist diese Liebe, die wir zueinander zeigen, ist dieser Respekt, den wir zueinander zeigen, ehrlich? Ist das wahr? I am going to talk what is the Spirit is going to tell. I don't care what the after effects are. Ich werde sagen, was der Heilige Geist sagt. Ich werde mich nicht darum kümmern, was darum später passiert. ഈ ദൈവദാസൻ ഷാജി പാസ്റ്റർ നമുക്ക് പുറത്ത്, പക്ഷെ ദൈവവചനമായിട്ട് നിൽക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ anointed person. There is no question about it. Und unser Pastor ist Pastor Shadu. Aber wenn er hier vor dem Wort Gottes ist und das Wort predigt, dann ist das Wort, das er sagt, das Wort des Herrn. നമുക്ക് ഉള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ തമ്മിൽ സ്നേഹിക്കുക, ദൈവദാസനെയും കുടുംബത്തെയും റെസ്പെക്ട് ചെയ്യുക. Was wir machen müssen, ist, wir müssen uns gegenseitig lieben und die Familie des Pastors respektieren. Lieben. ഞാൻ പറയുന്നില്ല അത് ഇവിടെ നടക്കുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. Und ich sage nicht, dass das hier nicht geschieht. And I am 100% sure that is happening also. Denn ich bin mir sicher, dass das hier passiert. ഇനി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ Und lieben heißt, was heißt lieben? സ്നേഹം is സകലവും പൊറുക്കുക, സകലവും വിശ്വസിക്കുക. Liebe heißt alles zu verzeihen, alles zu glauben. സകലവും പ്രത്യാശിക്കുക. Und sich über alles zu freuen. ദീർഘക്ഷമയും ദയയും. Und Geduld und Gnade സ്പർദ്ധിക്കുന്നില്ല, sollen aufkommen, ചേർക്കുന്നില്ല, sollen voll blühen. ഇന്ന് പാൽക്കാലം പരിശുദ്ധാത്മാവ് എന്നോട് ഇത് പറയാൻ പറഞ്ഞു. Der Heilige Geist hat gesagt, ihr müsst diese Sachen beherzigen. കാരണം നമ്മളുണ്ടല്ലോ ശരിക്കും നമ്മൾ ബ്രേക്കപ്പ് ആണ്. ദൈവത്തിന്റെ പ്രവൃത്തി കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഉടയ്ക്കണം. Und wenn wir das Werk des Herrn sehen wollen, wenn wir wirklich Gott näher kommen wollen, müssen wir selber zusammenbrechen. Wir müssen selber unsere von den falschen Sachen abbrechen. എന്നാലേ ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുത്തും. Und dann können wir das Wunder des Herrn sehen hier. കാരണം ഞാൻ എന്റെ വിശ്വാസ കണ്ണില്ല ഇവിടെ പ്രവൃത്തികൾ, ഇവിടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ നടക്കുന്നത് ഈ ജർമ്മനിയുടെ മുകളിലൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. Denn es ist gerade für mich eine Zeit, wo ich mein spirituell auch ein Wunder hier in Deutschland sehe. ഞാൻ വിശ്വസിക്കുന്നു. Und auch ich glaube. എന്റെ പാസ്റ്റർ പ്രാർത്ഥിക്കും ബഥേൽ ചർച്ച് ഡെവലപ്പ് ചെയ്യട്ടെ. Und der Pastor betet, lass die Gemeinde in Bethel sich aufbauen. എഴുതിയിട്ടു. ഇന്ന് 19 December 2021. Schreib auf. The Spirit of the Lord is clearly telling you will stand with this Bible in front of conferences in different parts of the world. Und du wirst mit dieser Bibel hier stehen an verschiedenen Orten in der Welt. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് അത് പറയാൻ വ്യക്തമായിട്ട് പറയാൻ പറഞ്ഞതുകൊണ്ട്. Und ich sage es nur, weil der Heilige Geist mir ganz deutlich gesagt hat, ich soll es sagen. ഞാൻ പറയാം, സ്നേഹമില്ലാതെ, ദൈവത്തിന്റെ സ്നേഹം ഇല്ലാതെ നമ്മൾ ഒരിക്കലും മുന്നോട്ട് വരത്തില്ല. Und ohne die Liebe Gottes können wir nicht nach vorne gehen. യോഹന്നാൻ 3 അവിടെ 13
13:4-5 അങ്ങ് അവിടെ വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. വായിക്കണ്ട, കാരണം സമയമില്ലാത്തതുകൊണ്ട്. കാല് കഴുകുന്ന ഒരു ശുശ്രൂഷ എന്റെ ദൈവം നമ്മളെ കാണിച്ചു തന്നു. Und wenn wir Johannes Kapitel 13, Vers 3-5 lesen, dann können wir sehen, wie etwas geschieht, und zwar, dass jemand die Füße erwäscht. എന്റെ റിക്വസ്റ്റ് ഷാജി പാസ്റ്റർ, എന്നെങ്കിലുമൊക്കെ നമുക്ക് ഈ കാല് കഴുകുന്ന സ്വഭാവം നമുക്ക് നമ്മുടെ ചേർച്ചിൽ വേണം. എന്നാലേ ഇടിയേണ്ടിയത് ഇടിഞ്ഞ് നുറുങ്ങിയ ദൈവത്തിന്റെ ശരീരത്തിലെ സ്നേഹം ഈ ജർമ്മനിയിലെ നോക്കിക്ക് കാണാൻ പറ്റുള്ളൂ. Und das ist meine Bitte an den Pastoren, dass wir hier an dieser Gemeinde eine Fähigkeit haben, wo wir uns gegenseitig die Füße waschen. Und dass wir das, was zerbrechen muss, zerbrechen kann. Und dass wir neu heraufblühen können. ഈ ഡേവിഡ് ഇവിടെ ഇരിപ്പുണ്ട്. David ist hier. ഇന്നലെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. Gestern, als wir gebetet hatten, he rocked the entire world with a psalm. hat die ganze Welt verändert mit einem Psalm. I have read that minimum 1,000 times. I'm sure his parents have read it 1,000 times. Und ich bin mir sicher, dass ich es auch 100.000 Male gelesen habe und seine Eltern es auch 1.000 Male gelesen haben. But what he said, aber was sagte, I saw the foundations of earth being moved. Und ich sah, als er sprach, sah ich, wie die Fundamente der Erde sich bewegten. Und ich erzähle keine Lügen. Und ich erzähle kein dummes Zeug. Und ich habe kein Versprechen an David gegeben oder jegliches. എന്റെ ദൈവം സംസാരിച്ചാൽ അത് കുഞ്ഞുങ്ങളാകാം, കഴുതയാകാം, കല്ലുകളാകാം, നമ്മളെ കേട്ട് അതെടുത്ത് ഏറ്റെടുത്താൽ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ ഈ ദേശത്തിന്റെ കാണുമെന്ന് പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായി പറയുന്നു. Und der Heilige Geist sagt auch, das ist auch woran ich glaube, wenn Steine glauben, wenn Steine reden, wenn Esel reden oder auch wenn kleine Jungs reden. Und solange der Heilige Geist da im Werk ist, kann der Herr Welten bewegen. ഒരു റിക്വസ്റ്റ്, നമ്മുടെ ആദ്യം കിങ്ഡം അല്ല ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നമ്മുടെ ആദ്യം കിങ്ഡം അല്ല എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നമുക്ക് ഒരു കെട്ടൊരുമിച്ച് നമുക്ക് ഉപയോഗിക്കാം. Und wir wollen nicht erstmal ein Reichtum hier aufbauen, sondern wir wollen erstmal an uns selber arbeiten. Die Worte, die wir sagen, müssen wir vorsichtig wählen. നമ്മുടെ വായിൽ വരുന്ന വാക്കുകൾ നമ്മൾ ഒരു ദിവസം എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഇതിനെല്ലാം മറുപടി. Denn von all diesen Worten, die wir sagen, müssen wir am Ende dastehen. ഒരു കുഞ്ഞിനെ പോലും നിങ്ങൾ വിഷമിപ്പിക്കരുത്. Ihr dürft kein Kind bedrücken. എന്റെ ദൈവം, നമ്മൾ ആരാധിക്കുന്ന ദൈവം ഒരു കുഞ്ഞിനെ പോലും വിഷമിപ്പിച്ചിട്ടില്ല. Denn der Herr, den wir preisen, hat nicht einen Jungen bedrückt. Nicht ein Kind bedrückt. നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം സൗഭാഗ്യ ജീവിതമാണ്. പക്ഷേ അതിന് ചട്ടങ്ങളുണ്ട്. ചട്ടങ്ങളെ വിട്ട് ഉള്ള ഒരു ജീവിതം ക്രിസ്ത്യൻ ജീവിതം അല്ല. Unser christliches Leben ist ein glückliches Leben, aber es ist ein Leben mit vielen Gesetzen. Und ein Leben, man kann sich ein Leben mit diesem Glück nicht erwarten, wenn man diese Gesetze nicht befolgt. ഇഷ്ടംപോലെ prophets ഉണ്ട്. Es gibt ganz viele Propheten. ഇഷ്ടംപോലെ ആൾക്കാർക്ക് കോടികൾ അക്കൗണ്ട്സ് വരുന്നുണ്ട്. Und es gibt so viele Leute, die mehrere Millionen auf ihren Accounten haben. എന്റെ കുഞ്ഞുങ്ങളെ, നമുക്കത് വേണ്ട. Aber meine Kinder, wir wollen das nicht haben. ഈ ഒരു പുസ്തകം എന്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് ഇതും എന്റെ വയസ്സ് തൊട്ട് ഞാൻ ഉണ്ടായപ്പോൾ തൊട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. Aber dieses Buch ist ein Buch, das schon über mehrere Generationen da ist und seitdem ich geboren bin da ist. ഇന്ന് വരെ Und bis heute. ഇനിയും അങ്ങോട്ടും എനിക്കറിയാം ഈ ഒരു പുസ്തകത്തിന്റെ മിസ്റ്ററീസ് നമ്മൾ എത്ര അറിയാമെന്ന് പറഞ്ഞാൽ completed hat. Und auch egal wie sehr wir sagen, ich kenne all die Mysterien dieses Buches. Wir werden niemals das Buch komplett kennen. ഞാൻ പഠിച്ച പുസ്തകങ്ങൾ, die Bücher, die ich gelernt habe, ഞാൻ മുൾട്ടണിലിട്ടിട്ടുണ്ട്. habe ich in die Mülltonne geschmissen. പക്ഷേ ഈ ഒരു പുസ്തകം, aber dieses Buch, ഏത് പ്രാവശ്യവും വായിച്ചാലും, egal wie oft ich es lese,
പുതിയൊരു പുസ്തകമായിട്ട് പുതിയ വെളിപ്പാടുകൾ, പുതിയ പ്രോമിസസ് ഇതിനകത്ത് ജീവൻ നൽകുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ വേദപുസ്തകം. Sehe ich neue Wunder, sehe ich neue Versprechen, sehe ich verschiedene Sachen. Und denn es ist ein Buch, das ein Buch des Lebens ist. വേദപുസ്തകം സമയമെടുത്ത് 24 മണിക്കൂറിനകത്ത് കുറച്ച് സമയമെടുത്ത് വേദപുസ്തകം വായിച്ച് അതിൻ്റെ വചനങ്ങളിൽ ധ്യാനിച്ച് വളർന്നു വരുന്നവര് ഇതിനെ പോലെ ഇരിക്കുമെന്ന് ഞാൻ ഇനി ഒരു പ്രാവശ്യം കൂടെ അത് ഓർപ്പിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ ആഴ്ചയും കൂടെ നമ്മൾ കേട്ടതാ, ഫസ്റ്റ് സൺഡേയും നമ്മൾ കേട്ടതാ ഈ 2021. Und auch am Anfang dieses Jahres haben wir einen Psalm gehört. ഇനി ഞാൻ ഇത് പറയാൻ വന്നത്, നമുക്ക് ഇനി സങ്കീർത്തനം തൊടാം. 57. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ദാവീദ് കരഞ്ഞു നിന്നുകൊണ്ട് ആരും സപ്പോർട്ട് ഇല്ലാതെ ഈ 1 Samuel 22 അത് സിസ്റ്റർ ഒന്ന് എടുത്ത് വായിച്ചാൽ കൊള്ളാം. 22 3-4 ഞാൻ പറഞ്ഞുവിടാൻ പോട്ടെ, ഇല്ലെങ്കിൽ ഇന്ന് ഇവിടെ നിന്ന് നിൽക്കത്തില്ല. അനന്തരം ദാവീദ് അവിടം വിട്ട് മോവാബിലെ മിസ്പയിൽ ചെന്നു. മോവാബ് രാജാവിനോട് അതല്ല 21 ദാവീദ് നോബിൽ പുരോഹിതനായ അഹീമേലെക്കിന്റെ അടുക്കൽ ചെന്ന് അഹീമേലെക്ക് ദാവീദിനെ സംഭ്രമത്തോടെ എതിരേറ്റ് അവനോട് ആരും കൂടെയില്ലാതെ തനിച്ചു വരുന്നത് എന്ത് എന്ന് ചോദിച്ചു. സോ അത് നമ്മൾ അറിയാം, ദാവീദിന് വിശപ്പ് അടക്കി ഭയങ്കര വിശന്നിട്ട് Wir kennen die Geschichten, als König als David ins Hause Abimelechs kommt, weil er extremen Hunger hat. 1 Samuel 22 1 2. 1. Samuel Kapitel 22 Vers 1 und 2. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അവന്റെ സഹോദരന്മാരും അവന്റെ പിതൃഭവനം ഒക്കെയും അത് കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. ഞെരുക്കമുള്ളവർ, ഞെരുക്കുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാർ ഒക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോട് കൂടെ ഏകദേശം 400 പേർ ഉണ്ടായിരുന്നു. Und das war das Kampf Davids. അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അത് പോട്ടെ. എന്നിട്ട് ഈ 400 പേര് ഇവർ ഒരുമിച്ച് ഫിലിസ്റ്റീൻസിന് അഗൈൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കുകയും ചെയ്തു. Und mit diesen 400 Männern kämpft David gegen die Philister. അത് ദാവീദിന്റെ ശക്തിയാണ്. Und es war nicht die Kraft Davids. And David knows that. Und David weiß das. And that is why David is writing that Psalms. Und deshalb sagt David, schreibt diesen Psalm. ആ സാംസിലോട് നമുക്ക് തിരിച്ചു വരാം. Und lass uns wieder zurück zum Psalm kommen. ദൈവത്തോട് ആകാശത്തോട് നോക്കി ദൈവത്തോട് ചോദിക്കുന്നു, അപേക്ഷിക്കുന്നു, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. Erbarme dich, Gott, hab Erbarmen mit mir. Bei dir suche ich Zuflucht. Im Schutz deiner Flügel will ich mich bergen, bis das Unglück vorüber ist. ദൈവമേ, 5ാമത്തെ വാക്യം, ദൈവമേ നീ ആകാശത്തിലും മീതെ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവ്വഭൂമിയിലും Vers 6 in der deutschen Bibel. Gott überstrahlt den Himmel mit deiner Herrlichkeit und erfülle die Erde mit deiner Macht. Und wir können gewisse Ähnlichkeiten sehen mit dem Gebetsanliegen, das wir beten. Ist das nicht das, worüber wir beten? ജർമ്മനിക്ക് മുകളിൽ ദൈവമേ നിന്റെ കൃപ, നിന്റെ ആ ദയയുടെ കാപ്പിട്ട്, നിന്റെ ദയയുടെ ആ ഇത് ഫോം ഒന്ന് ഡെവലപ്പ് ചെയ്യണമേ. Vater, in Deutschland wollen wir die Gnade sehen, wie die Atmosphäre. Verse 6. അവൻ എൻ്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു, എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു, അതിൽ അവർ തന്നെ വീണു. Vers 7. Sie haben mir ein Netz mir in den Weg gelegt, um mein Leben in ihrer Gewalt zu bekommen. Eine Grube haben sie für mich gegraben, aber sie sind selber hineingefallen. അത് കഴിഞ്ഞ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് 1 Samuel 24 26 വീട്ടിൽ പോയി വായിച്ചാൽ മതി. നമുക്ക് അറിയാവുന്നതുമാണ്. അബ്യാഥാർ വരുന്നുണ്ട്. ഈ
എന്നിട്ട് ശൗലിനെ ഗുഹയ്ക്കകത്ത് വെച്ച് കണ്ട് ശൗലിനെ കൊന്നോളാൻ ഒരു ദാസൻ പറഞ്ഞിട്ട് അത് നമുക്കറിയാവുന്നതാണ്. Und wir können, und genau nachdem David das sagt, sieht David König Saul in einer Grube und er hat die Möglichkeit, ihn umzubringen. പക്ഷെ ദാവീദ് അത് ചെയ്യുന്നില്ല. Aber David tut es nicht. അവൻ പറയുന്നത്, Denn David sagt, ദൈവത്തിന്റെ anointed ആയിട്ടുള്ള ഒരു person. denn König Saul ist ein Mann Gottes. നമ്മളെല്ലാവരും, ഞാൻ പാസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു, നമ്മളെല്ലാവരും anointed ആയിട്ടുള്ള ഓരോ ambassadors of God. Und ich habe eben schon gesagt, der Pastor ist gesalbt, aber genauso ist jeder einzelne von uns gesalbt. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മാർക്കിടാനോ അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഇതാണെന്ന് പറയാനോ അവൻ ഇതായിട്ടിരിക്കുന്നതെന്നോ അവൻ ഇതാ പറഞ്ഞതെന്നോ ഇതൊന്നും പറയാതെ നമ്മളെ തന്നെ താഴ്ത്തി നമ്മുടെ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എൻ്റെ ദൈവം വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യും. Und wenn wir aufhören, uns aneinander zu kritisieren und sagen, das, was er anzieht, ist nicht falsch, oder ist nicht richtig, oder das, was er tut, ist nicht richtig. Und wenn wir stattdessen uns einfach im Geiste des Herrn uns hingeben, dann können wir Veränderungen sehen. ഇത് പറയാനൊരു കാരണമുണ്ട്. Und es gibt einen Grund, warum ich das sage. ഈ കഴിഞ്ഞ 4, 5, 6 ഏകദേശം 1.5 വർഷം Ungefähr ein Jahr ഒരു particular time for us as a family. haben wir eine bestimmte Zeit gehabt, ich als eine Familie, wir als eine Familie. ഒരു സ്വപ്നം ഞാൻ ഒരു 4 weeks back ഒരു സ്വപ്നം കണ്ടു. Vor 4 Wochen habe ich einen Traum gesehen. നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഇതുണ്ട്, ലാസറസും ഒരു ധനവാനായ ഒരു പേഴ്സണെയും നമുക്ക് കേട്ടിട്ടുണ്ട്. Und wir haben gehört, haben wir die Geschichte von Lazarus schon gehört. ഞാൻ ഈ ധനവാനായിട്ടാണ് ഞാൻ ഈ എൻ്റെ ഡ്രീമിൽ കാണുന്നത്. Und ich habe mich in diesem Traum als diesen Lazarus gesehen. എനിക്ക് വലിയ വീടിന്റെ ഫ്രണ്ടിൽ ഞാൻ നോക്കുമ്പോൾ എപ്പോഴും ഒരു ധർമ്മക്കാരൻ വന്നിരിക്കും. Und als ich sehe vor diesem Hause einen Bettler. അത് കഴിയുമ്പോൾ ഞാൻ അപ്പോൾ അവനോട് പറയാം അവിടെ ഇരിക്കാനൊക്കത്തില്ല, he has to leave. ഞാൻ ആദ്യമേ അങ്ങനെ ചെയ്യുമായിരുന്നു. Und ich sage zu diesem Bettler, du kannst nicht da sein, du kannst dich nicht hier hinsetzen, geh woanders hin. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ അവനെ മൂവ് ചെയ്യാൻ തിന്നിട്ടില്ല. അപ്പോൾ അവന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ സെർവൻറ്റിനൊക്കെ പറഞ്ഞു കൊടുത്ത് അയച്ചേച്ച് പോലീസിനെ വിളിച്ച് അവനെ മാറ്റാൻ പറഞ്ഞു. Und ich habe mich gesehen, wie ich zu dem Mann sage, wenn du nicht weg bist, rufe ich dir meine Sicherheitsleute und die räumen dich weg. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ വീണ്ടും എൻ്റെ വീടിൻ്റെ മുന്നേ കാണുന്നു. Und nach ein paar Minuten sehe ich ihn wieder vor meinem Haus. ഞാൻ അവനോട് ദേഷ്യപ്പെട്ടു നിന്ന് ചവിട്ടി അവനോട് പറഞ്ഞു, നീ എന്നാണ് ഇവിടെ ഇരിക്കുന്നത്, നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറയണം ഇവിടെ ഇരിക്കരുത്. Und wütend trete ich auf ihn und habe ich auf ihn getreten und habe gesagt, ich habe doch zu dir gesagt, du sollst dich nicht hier hinsetzen. ഞാൻ പോലീസിനെ വിളിച്ച് അവനെ അവിടെ നിന്ന് മാറ്റുന്ന ഒരു സന്ദർഭമാണ് സാഹചര്യം ഞാൻ കാണുന്നു. Und ich sehe eine Situation, wo die Polizei kommt und wo ich ihn mit der Polizei ihn wegnehmen lasse. അവൻ തിരിച്ച് പിന്നെയും വരുന്നു. Aber er kommt wieder. പിന്നെ ഞാൻ നോക്കുന്ന അവൻ ചാറായി കിടക്കുന്ന സമയം. Und am Ende sehe ich, wie er da schwach liegt. വേദോസ്തവത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെ രണ്ടുപേരും മരിച്ചു. ഞാൻ നോക്കുമ്പോൾ Lazarus is lying on the shores, on the laps of Abraham. Und genauso wie es in der Geschichte, in der Bibel geschrieben steht, als wir hinbekommen, sehe ich, wie Lazarus da im Schoß im Schoß Abrahams sitzt. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ കാണുന്ന കണ്ണുകളുമുണ്ട്, നമ്മൾ ആരെങ്കിലും വിധിക്കാനായിട്ടോ. See, I don't have anything. ഇത് ഹോളി സ്പിരിറ്റ് പറഞ്ഞത് ഞാൻ ഒരു പ്രാവശ്യം സ്ട്രെസ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. I don't have any problems with anyone. Und ich habe keine Probleme mit irgendjemand hier, das sage ich nochmal. Das ist nur der Heilige Geist, der ist da. Und wenn einer von euch irgendwas gegen mich hat, dann bitte ich euch mir zu verzeihen. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒന്നേ ഉള്ളൂ, നമ്മുടെ ദൈവത്തിന്റെ രാജ്യം കെട്ടുവാൻ നമ്മൾ വിളിച്ച് പ്രവർത്തിച്ച്. Und wir wollen alle ins Himmelreich Gottes. Und wenn wir ins Himmelreich Gottes gehen wollen, müssen wir als Gemeinde, als Gemeinde in Unity gehen. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ചെവികൾ, നമ്മുടെ മൂക്ക്, നമ്മുടെ വായ,
നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട സമയത്ത് Unsere Augen, Nasen, Mund, Ohren sind Sachen, die wir vorsichtig beherzigen müssen, vorsichtig auf die Sachen aufpassen müssen. Das ist so eine Zeit. that was the secret of David. Und das war die besondere Eigenschaft und das Geheimnis von David. അവനെല്ലാം സഹിച്ചു. Er war ein Mann, der alles erlitten hat. And ദൈവം ആ സമയത്ത് റൈറ്റ് ടൈമിൽ അവനെ ഉയർത്തി. Und zur rechten Zeit erhebte Gott ihn. And he came in the books of the history. Und er kam in die Geschichtsbücher. ഇത് തന്നെ നമുക്ക് applicable. Und genau das kann auch in unserem Leben angewendet werden. Because God has promised. Denn Gott hat euch versprochen, അവന് വേണ്ടി ചെയ്യുന്നത് das, was er für ihn tut, ഒരിക്കലും വ്യർത്ഥമായി പോകില്ല. ist etwas, was niemals zugrunde gehen wird. നമുക്ക് സ്നേഹത്തില്, Lass uns in der Liebe, പ്രത്യാശയില്, in der Freude with a hope und in Hoffnung നമുക്ക് മുന്നോട്ട് പോകാം. nach vorne schreiten. ദൈവം സഹായിക്കട്ടെ. Möge der Herr uns alle segnen. Sorry, Pastor. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. Preis den Herrn. നന്ദി കർത്താവേ, നന്ദിയോട് സ്തോത്രം സ്തോത്രം സ്തോത്രം. വീണ്ടും നമുക്ക് വളരെ പ്രാർത്ഥനയോടെയായിരിക്കും. Und lasst uns weiterhin voller Gebet sein. അനുഗ്രഹിക്കപ്പെട്ട ദൂത് പ്രിയ ഡോക്ടർ റോയ് ബ്രദറിൽ കൂടെ നമ്മൾ കേൾക്കുകയുണ്ടായി. Und durch Bruder Dr. Roy haben wir ein gesagtes Wort des Herrn bekommen. ദൂത് കേൾക്കുക മാത്രമല്ല, വെളിപ്പാടും ആമേൻ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തമായി സംസാരിച്ചു. Und nicht nur Prophezeiung haben wir gehört, wir haben auch Offenbarung gerade gesehen. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹം നമ്മളിൽ ഉണ്ടായിരിക്കണം. Und wir danken den Herrn für seine Liebe. Wir müssen Gottes Liebe in uns haben. യേശുവിന്റെ സ്നേഹം നമ്മളിൽ ഉണ്ടായിരിക്കണം. Wir müssen Gottes Liebe in uns haben. ഹല്ലേലൂയ. Preis den Herrn. കേട്ട വചനത്തിലുള്ള നമ്മളെ തന്നെ ഒന്ന് താഴ്ത്താം. Und lasst uns selber vor dem Wort des Herrn. സ്നേഹിപ്പാനുള്ള കൃപ എന്റെ മേൽ പകരുമാറാകണം. Vater, gib mir die Kraft zu lieben. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ക്രിസ്തീയ ജീവിതം ഒരു ചട്ടമുള്ള ജീവിതമാണ്. Das christliche Leben ist ein Leben mit vielen Gesetzen. റോയ് ബ്രദർ കൂടെ നമ്മളോട് ഇടപെട്ടു. Bruder Roy hat das എങ്ങനെ so gesagt. ജീവിക്കാവുന്ന ജീവിതമല്ലിത്. Es ist nicht ein Leben, wo wir so leben können, wie wir wollen. എന്നോട് ഉൾപ്പെടെയാ പറയുന്നത്. Und ich sage auch Zuschauern, എങ്ങനെയും ജീവിക്കാവുന്ന ജീവിതമല്ലിത്. es ist nicht ein Leben, wo du leben kannst. എന്നോടുകൂടെ ചേർത്ത പറയുന്നത് മകനെ തന്നെയല്ലോ പറയുന്നത്. ഹല്ലേലൂയ. ഇതിനകത്ത് ഒരു ചട്ടമുണ്ട്. Denn in diesem christlichen Leben gibt es Gesetze. ഈ ചട്ടത്തിൽ നിന്ന് മാത്രമേ നിത്യത നിനക്ക് കാണാൻ കഴിയൂ. Und nur wenn du nach diesen Gesetzen lebst, kannst du nach dem Wort leben. ആർക്കെന്തും വേണമെങ്കിലും പറയാം. Denn jeder kann sagen, പക്ഷെ ചട്ടം വിട്ട് അപ്പുറം പോകരുത്. aber verlass nicht die ഞാൻ Gesetze. ചിന്തിക്കുന്നത് ദൈവാത്മാവ് വ്യക്തമായി ഓരോരുത്തരോട് ഇടപെട്ടു. Und ich danke den Herrn, dass der Herr, und ich glaube auch daran, dass der Herr ganz deutlich durch den Bruder Roy രക്ഷിക്കപ്പെട്ട gesprochen hat. ദൈവവൈതൽ, രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ, Ein Mann, der gerettet worden ist. അഭിഷേകം പ്രാപിച്ച ദൈവവൈതൽ, Einer, der zum Glauben gekommen ist. സ്നാനപ്പെട്ട ദൈവവൈതൽ, Und ein Mann, der getauft ist. അവന് കർത്താവ് ഒരു ചട്ടം തന്നിട്ടുണ്ട്. Dem hat der Herr Gesetze gegeben. ആ ചട്ടത്തിൽ തന്നെ Und നിൽക്കണം. in diesen Gesetzen muss er bleiben. ഹല്ലേലൂയ. Preis den Herrn. സ്വന്തം വേറെ ഒരു ഭാഗം പറഞ്ഞു കാല് കഴുകുക. Und Bruder Roy nannte auch einen anderen Kapitel und Vers. കാല് കഴുകാനുള്ള ഒരു മനസ്സ്. Und darum ging es um die Füße einander zu waschen. നമ്മളോട് അവൻ വിരുദ്ധമായി തെറ്റായി സംസാരിച്ചു കാല് കഴുകാനുള്ള കൃപ. Und wir müssen diese Gnade haben, die Füße zu waschen von den Leuten, die schlecht über uns gesprochen haben oder die uns verletzt haben. എന്ന് പറഞ്ഞാൽ എന്തുവാ? Aber was bedeutet das? പൂർണ്ണമായി ക്ഷമിക്കുക. Füße zu waschen heißt komplett zu കർത്താവ് verzeihen. കാണുമ്പോൾ പൂർണ്ണമായി ക്ഷമിക്കുക. Vor Gott sollen wir komplett verzeihen. കാല് കഴുകുക. Seine Füße waschen. ദൈവത്തോട് പറയാമോ? Können wir zu dem Herrn sagen? കേട്ട വചനത്തിനൊപ്പം ഒന്ന് സമർപ്പിക്കാൻ Können കഴിയുമോ? wir selber uns vor dem Wort des Herrn എന്റെ uns ഉള്ളുകൊണ്ട് hingeben? ഞാൻ കാല് കഴുകുന്നുണ്ടോ? Wasche ich eigentlich die Füße? എനിക്കറിയത്തില്ല ദൈവാത്മാവ് എന്തിനാണ് ഇതിങ്ങനെ സംസാരിച്ചത്. Ich weiß nicht, warum der Herr so sagt. ഓരോന്നും വേണേ 57 സങ്കീർത്തനത്തിൽ കൂടെ തന്നെ മുമ്പോട്ട് മാറുന്നു. Der Bruder Roy hätte aber auch durch Psalm 57 gehen können. കർത്താവ് ഇടപെടുന്നത് Aber der Herr spricht. സഭയെ കുറച്ചുകൂടെ ശുദ്ധീകരിക്കുക. Und der Herr möchte സഭയെ die കുറച്ചുകൂടെ Gemeinde säubern. ദൈവത്തിലേക്ക് അടുപ്പിക്കുക. കാരണം നിത്യനാട് നഷ്ടപ്പെടരുത്. Denn das Himmelreich soll für keinen von uns verloren gehen. കർത്താവേ, Preis den Herrn. കാല് കഴുകാനുള്ള കൃപ ദൈവം വരണം. Vater, gib uns eine Gnade, die Füße zu waschen. ഹല്ലേലൂയ. Preis den Herrn. ദൈവത്തോട് പറഞ്ഞാട്ടെ. Lass uns zu dem Herrn sagen. സ്വന്തം അനുഗ്രഹിക്കപ്പെടുന്നതിനായ സ്തോത്രം. Wir danken den Herrn für sein segenreiches Wort. ദൈവത്തിന്റെ കരുണയും സത്യവും. Für seine Gnade und für seine Ehrlichkeit. ഹല്ലേലൂയ. അതിന്റെ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു. Und in Vers 3 steht geschrieben. എന്നെ വിഴുങ്ങുവാൻ ഭവിക്കുന്നോർ നിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗ്ഗത്തിൽ കൈ നീട്ടി എന്നെ രക്ഷിക്കും. Das ist in der deutschen Bibel Vers 4. Von Himmel her wird er mir Hilfe schicken. Auch wenn mein Verfolger mir noch so
Gott steht mir bei, denn er ist treu und gütig. ദൈവം തന്റെ ദയയും വിശ്വസ്തയും അയക്കുന്നു. Denn er ist ein Gott, der treu und gütig ist. Und er schickt im Himmel Hilfe. 5-ാം വാക്യം. Vers 5. ദൈവമേ, Mein Gott. നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. 6 in der deutschen Bibel. Überstrahle den Himmel. നിന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. Mit deiner Herrlichkeit erfülle die Erde mit deiner Macht. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. Denn du sei über den Himmel. നിന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. Und lass deine Herrlichkeit über die ganze Erde stehen. ദൈവത്തോട് പറഞ്ഞാട്ട് Lass uns zu dem Herrn sagen. ദൈവത്തിന്റെ മഹത്വം Wir wollen die Herrlichkeit. സർവ്വഭൂമിയും പരക്കുന്നതായി മാറണം. Wir wollen die Herrlichkeit Gottes sehen, wie es über die ganze Erde ist. വേദനയിൽ വന്ന ഒരു കൂട്ടം മാത്രമല്ല നിത്യതയിൽ പോകേണ്ടത്. Und nicht nur die Leute, die in Bethel sind, sollen ins Himmelreich kommen. സർവ്വഭൂമിയിലും ദൈവത്തിന്റെ മഹത്വം പരക്കുമാറാണ്. Sondern die ganzen Menschen auf der Erde sollen die Herrlichkeit Gottes sehen. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിനായി Wir danken dem Herrn für dieses gesegnete Kapitel. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. Möge der Herr euch alle segnen. തുടർന്നും നമുക്ക് സാക്ഷി പറയാൻ അവസരമുണ്ട്. സാധാരണ പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ യൂത്തും എഴുന്നേറ്റും. ആദ്യം കുഞ്ഞുങ്ങൾ വരുക, അത് സാധാരണ പോലെ യൂത്തും എഴുന്നേറ്റും. Und weiterhin haben wir die Möglichkeit für Zeugnisse. Also bitte ich erstmal die Kinder nach vorne, um Zeugnis abzugeben. You were deaf and forehead and Father my bed. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. Du schützt mich und du führst mich. Das macht mir Mut. Lobe den Herrn, meine Seele, und vergesse nicht, was er dir Gutes getan hat. ഹല്ലേലൂയ. യഹോവ നന്നനല്ലോ അവൻ ദയ എന്നെ കൊല്ലരെ. Mit meiner Stimme rufe ich den Herrn und er antwortet mir in seinen heiligen Berg. Psalm 3, Vers 4. ഹല്ലേലൂയ. Fern ist der Herr von den Gottlosen, aber das Gebet der Gerechten hört er. Sprichwörter 15, Vers 29. അവൻ സകലവും അതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കുവാൻ അവർക്ക് കഴിവില്ല. സഭാപ്രസംഗി 3:11. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. എനിക്ക് സ്റ്റുട്ട്ഗാർട്ടിൽ ഒരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഞാൻ മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. തുടർന്നും പ്രാർത്ഥിക്കാം. ജോഷുവ 1:5, 1:7. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. Am Anfang war das Wort und das Wort war bei Gott und das Wort war Gott. Johannes 1, Vers 1. Psalms 25, verse 1 and 2. To you, O Lord, I lift up my soul. O my God, I trust in you. Let me not be ashamed. Let not my enemies triumph over me. Hass erregt Zwietracht, aber Liebe deckt alle Übertretungen zu. Sprüche 10, Vers 12. Die Pläne der Gerechten sind richtig, aber die Ratschläge der Gottlosen töricht. Sprichwörter 12, Vers 5. Halleluja, Halleluja. 1, Vers 15. Euer ganzes Tun soll ausgerichtet sein an dem heiligen Gott, der euch berufen hat. In der Heiligen Schrift heißt es ja, ihr sollt heilig sein, denn ich bin heilig. Blessed be the name of the Lord. I thank the Lord for giving me a safe travel, and I'm happy and To enter through the narrow gate, because many, I tell you, will try to enter and will not be able to. Once the owner of the house gets up and closes the door, you will stand outside knocking and pleading, "Sir, open the door for us." But he will answer, "I don't know you or where you come from." ഏശയ്യാ 42:13. യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും, ഒരു യോദ്ധാവിനെ പോലെ തീക്ഷ്ണതയെ ജ്വലിപ്പിക്കും. അവൻ ആർത്തു വിളിക്കും, അവൻ ഉച്ചത്തിൽ ആർക്കും, തന്റെ ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കും. വെളിപ്പാട് പുസ്തകം 21:3. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവൻ അവരുടെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവവും
മായി അവരോട് കൂടി ഇരിക്കും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യൂത്തിനെയും കുഞ്ഞുങ്ങളെയും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. Und lass uns beten und die Kinder und die Jugendlichen in Gottes Hände legen. ലൂയിസിനെ സ്റ്റുട്ട്ഗാർട്ടിലോട്ട് മാറുവാൻ പോകുന്നു. Und Bruder Luis will nach Stuttgart auswandern. സ്തോത്രം. ദൈവസഭയോട് ചേർന്ന് വീണ്ടും ആരാധിക്കാൻ കർത്താവ് മാതൃകയാണ്. Und lass uns beten, dass er auch dort mit der Gemeinde Gottes den Herrn preisen kann. നമ്മുടെ സ്റ്റുട്ട്ഗാർട്ട് നമ്മുടെ രണ്ട് സഹോദരങ്ങളാണ്. Wir haben in Stuttgart bisher 2 Brüder. ദൈവമൊക്കെ നിറവേറും. Gottes Wille soll geschehen. So, Albert Malav പ്രാർത്ഥിക്കാം. യൂത്തിനെ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വിശുദ്ധമായ ഒരു ആരാധന അങ്ങയെ സ്തുതിക്കാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ചേർത്തുകൊണ്ടുവന്ന കർത്താവ് സഭയായി ദൈവമേ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിന് മറവിലായിരിക്കാൻ അതേ കർത്താവെ അങ്ങയുടെ കൃപ അനുഭവിപ്പാൻ അങ്ങയുടെ സാന്നിധ്യം അങ്ങേ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ തക്കവണ്ണം അതേ കർത്താവെ നന്ദിയോടെ സ്തോത്രത്തോടെ ഞങ്ങളായിരിക്കുന്ന കർത്താവെ തലമുറകളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ സ്തോത്രം. ശിശുക്കൾ അല്ലേലൂയ ദൈവമേ ശിശുക്കളുടെയും മുല കുടിക്കുന്നതിന്റെയും ചുണ്ടിൽ എനിക്ക് നടക്കുന്ന ബലം വെച്ചിരിക്കുന്നു അതേ കർത്താവെ അതേ ശത്രുവും പകയനും മിണ്ടാതിരിപ്പാൻ തന്നെ അവിടുന്ന് അവരുടെ ചുണ്ടുകളിൽ മേൽ അവിടുത്തെ വചനം വെച്ചിരിക്കാൻ സ്തോത്ര കർത്താവെ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം കർത്താവെ. ഹല്ലേലൂയ ഞങ്ങളുടെ കൃപയിലും ജ്ഞാനത്തിലും വളരുവാൻ തക്കവണ്ണം മാതാപിതാക്കളെ അനുഗ്രഹിക്കണം കർത്താവെ. ഹല്ലേലൂയ ഉത്തമരായവരെ വളർത്തുവാൻ തക്കവണ്ണം പരിജ്ഞാനം ദൈവഭയവും ഭക്തിയിലും ഒക്കെ വളർത്തുവാൻ ദൈവമേ അവർക്ക് ദൈവമേ അങ്ങയുടെ ഭയം ഭക്തി കർത്താവെ ഹല്ലേലൂയ കൊടുക്കുവാൻ ഹല്ലേലൂയ പകർന്നു കൊടുക്കുവാൻ കർത്താവെ മാതാപിതാക്കളെ ശക്തിപ്പെടുത്തണം കർത്താവ് സ്തോത്ര കർത്താവെ. ഇവരെക്കാരെ ഏൽപ്പിക്കുന്നു ബാലന്മാരെ ഏൽപ്പിക്കുന്നു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ യവന മോഹൻ എല്ലാം വിട്ടോടി കർത്താവിനെ ഭയപ്പെട്ടാതെ കർത്താവിനെ സേവിച്ച കർത്താവിനെ ഹല്ലേലൂയ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അതേ കർത്താവ് ഓരോ ദിവസവും അവർ അതേ കർത്താവ് എടുക്കുന്ന തീരുമാനങ്ങൾ അങ്ങേക്ക് ഹിതമായി തീരുവാൻ യേശു കർത്താവിന്റെ ഹല്ലേലൂയ കൃപ അവരുടെ മേലുണ്ടാകണമേ. ആത്മാവ് തന്നെ അവരെ വഴി നടത്തണം കർത്താവെ. പുതിയ വഴികളെ വാതിലുകളെ തുറക്കുന്ന ദൈവമേ കുഞ്ഞുങ്ങൾ അതെ എവിടെയായിരിക്കുന്നതിലും ജോലി സ്ഥലത്താണെങ്കിലും വിദ്യാഭ്യാസ മേഖലകളിലാണെങ്കിലും കർത്താവെ ഹല്ലേലൂയ അങ്ങിലേക്ക് മാത്രം നോക്കി യാത്ര ചെയ്യുവാൻ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുവാൻ എന്റെ ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെടുവാൻ പരിശുദ്ധാത്മാവിന്റെ ആവാസ കേന്ദ്രമായി അവർ മാറുവാൻ അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുന്നവരായി ഹല്ലേലൂയ ആത്മാഭിഷേകത്താൽ അവരെ നടത്തണം കർത്താവേ. ഹല്ലേലൂയ അങ്ങയുടെ കൃപ വ്യാപരിക്കണം. അവരുടെ കുടുംബജീവിതത്തെ ധന്യമാക്കി തീർക്കുന്ന ദൈവമേ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഉത്തമരായ പങ്കാളികളെ അവർക്ക് നൽകി അനുഗ്രഹിക്കണം കർത്താവേ. ഹല്ലേലൂയ ഓ സ്തോത്രം. അങ്ങയുടെ നാമ മഹത്വനും പുകഴ്ചയുമായി തീർക്കണേ സഭയ്ക്ക് അതെ അങ്ങയുടെ രാജ്യത്തിന് അതേ കർത്താവ് ഏറ്റവും ഉപകരണമുള്ള അതേ ഉപകാരമുള്ള ഉപകരണങ്ങളായി പത്രങ്ങളായി അവരെ പുറത്തു കൊണ്ടുവരുന്നതിനാൽ സ്തോത്രം കർത്താവേ സ്തോത്രം. അനേകർ അവരെ ക്രിസ്തുവിനെ വായിക്കുന്ന പത്രങ്ങളായി അതേ കർത്താവരെ മാറ്റുന്നതിനാൽ സ്തോത്രം കർത്താവേ. അല്ലെങ്കിൽ അത്യന്ത ശക്തി വഹിച്ച് അനേകരെ നേടുന്നവരെ അവരെ മാറ്റണമേ. അവരെ കാണുന്നവർ ക്രിസ്തുവിനെ കാണട്ടെ കർത്താവേ. ഞങ്ങളുടെ നാമം മഹത്വപ്പെടട്ടെ. അവിടെ മാതാപിതാക്കൾ സന്തോഷിക്കട്ടെ കർത്താവേ. സഭയിലെ ദേവദാസനും ദേവദാസിയും എല്ലാം സന്തോഷിക്കട്ടെ കർത്താവേ. അവരെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന് ദൈവമേ സ്തുതിക്കുന്ന കർത്താവ് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്ന കർത്താവ്. നല്ല ഇടേന്റെ കീഴിലായിരിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുത്തല്ലോ. സ്നേഹനിധിയായ ആന്റി നൽകിയല്ലോ കർത്താവേ. ഹല്ലേലൂയ കൂടുതൽ ആ മക്കൾ അതേ കർത്താവ് പാസ്റ്ററെ ഭാര്യയെ സ്നേഹിപ്പാനും ആദരിക്കാനും ബഹുമാനിക്കാനും എല്ലാം ഇടയാക്കണം കർത്താവെ. പാസ്റ്റർ കുടുംബത്തെ ഏൽപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു, സഭയിലെ എല്ലാ മക്കളെ ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തു നാമത്തിന് പുകഴ്ചയുമായി തീരട്ടെ. യേശുക്രിസ്തു നാമം തന്നെ. Lasst uns alle uns hinsetzen. ഹല്ലേലൂയ സ്തോത്രം. വീണ്ടും സാക്ഷി പറയാൻ അവസരമുണ്ട്. Weiterhin habt ihr die Möglichkeit Zeugnis zu geben. ഹല്ലേലൂയ. Preis den Herrn. പ്രാർത്ഥനയിലാലും ഈ വിഷയം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങൾ അടിയനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണേന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. Und lass uns beten, dass weiterhin wir die Gegenwart des Herrn spüren. Die Gegenwart des Herrn ist mit uns. Jesus, സ്തോത്രം 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 സ്തോത്രം.
ജീവനുള്ള സാക്ഷി കേൾക്കുവാൻ കർത്താവ് മുഖാന്തരം വരുന്നത്. Und wir haben lebendiges Zeugnis gehört. Und dafür danken wir den Herrn. കർത്താവിന്റെ വലിയ സ്നേഹത്തിനായ ദൈവത്തിനോട് സ്തോത്രം. Wir danken den Herrn für seine großen Wundertaten. ജോജോയുടെ വൈഫ് ജിബിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. Lass uns für die Frau von Jojo beten. സുഖകരമായ പ്രസവത്തെ ദൈവം കൊടുക്കാൻ. Dass sie eine sichere Geburt hat. ഹല്ലേലൂയ. Preis den Herrn. സ്തോത്രം. കോവിഡ് ബ്രദറിന്റെ കുഞ്ഞിന് കൊടുത്ത സൗഖ്യത്തിനായ ദൈവത്തിനോട്. Und lass uns den Herrn dafür danken für die komplette Heilung, die der Herr das Kind von Bruder Robin gegeben hat. എല്ലാവരും ചേർന്ന് ദൈവത്തിനോട് നന്ദി. Lass uns alle zusammen den Herrn danken. മാർക്ക് ബ്രദർ 21 ദിവസം അനുഷ്ഠിക്കാൻ അവരുടെ കുടുംബമായിട്ട് രണ്ടുപേർക്കും ചേർന്ന് 21 ദിവസം ഉപവസിപ്പാൻ ദൈവം കൊടുത്ത ഭാഗ്യത്തിനായ ദൈവത്തിന് നന്ദി. Und lass uns auch den Herrn dafür danken, dass der Herr dem Bruder der Familie Martin einen Segen gegeben hat, dass sie die ganzen 21 Tage fasten konnten. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. Denn das geht nur, wenn man die Gnade des Herrn hat. ദൈവം കൊടുത്തിരിക്കുന്ന ബലത്തിനായി Und wir danken den Herrn für die Kraft, die der Herr dem Bruder Martin gegeben hat. അവൻ നിത്യത വരെ ദൈവത്തോടുകൂടി ചേർന്ന് നടക്കാൻ. Und lass uns dafür beten, dass sie bis zum Ende ihres Lebens mit dem Herrn gehen. ശത്രു നോട്ടമിടരുതേ നമുക്ക് ദൈവത്തോട്. Und lass uns beten, dass der Teufel keinen von uns sieht. ആ കുടുംബത്തെ യേശുവിന്റെ രക്തത്താൽ മുദ്രയിടും. Wir legen die ganze Familie hier in deinen Händen. ഹല്ലേലൂയ. Preis den Herrn. സ്തോത്രം. സ്തോത്രാഴ്ചയുടെ ശക്തിയെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. Lass uns auch die Kollekte in Gottes Hände legen. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. Lass uns das in Gottes Hände legen. പ്രധാനദാസൻ ജാൻസി പ്രാർത്ഥിക്കാം. ജീസസ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ സ്തോത്രം. ജീസസ്. ഹല്ലേലൂയ. കർത്താവേ നന്ദിയോടെ വാഴ്ത്തി നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ സ്തുതിക്കുന്നപ്പാ കർത്താവേ ഹല്ലേലൂയ. ഞങ്ങളെ കേൾപ്പിച്ച ജീവനുള്ള വാസാക്ഷികൾക്കായി നന്ദിയോടെ കർത്താവ് ജീവിക്കുന്നവരെ ഞങ്ങൾ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ മരണത്തെ ജയിച്ച കർത്താവ് ആമേൻ. ആമേൻ. ഹല്ലേലൂയ. 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 കല്ലറകളെ ഭേദിച്ച കർത്താവ് ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ കർത്താവേ ഉയർപ്പിന്റെ ശക്തി കർത്താവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. വ്യാപരിക്കുന്ന നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദിയോടെ സ്തോത്രം സ്തോത്രം ഞങ്ങളെ കേൾപ്പിച്ച കർത്താവേ സാക്ഷ്യത്തിനായി സ്തോത്രം 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 കർത്താവേ ജീവിയെ നിന്റെ കാര്യങ്ങളെ കേൾക്കുന്ന കർത്താവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കളെ യഹോവ നൽകുന്ന ദാനം ദുരഫലം നിവേദന പ്രതിഫല കർത്താവേ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാവുന്ന യുവത്തെ മാത്രം തല്ലിച്ചെന്ന കർത്താവേ പ്രിയ മകൾ കർത്താവേ തക്ക സമയത്ത് സുഖ പ്രസവത്തിന് കൊടുക്കണമേ സ്ഥാനത്തെ കൂടെ ഇരിക്കണമേ കർത്താവേ കർത്താവേ കലജോലിയുടെ കരങ്ങളെ ചെറുത് കർത്താവേ നിന്റെ മകൻ കർത്താവേ നാളെ കർത്താവേ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കർത്താവേ സ്തോത്രം നിന്റെ സാന്നിധ്യം മുൻപേ കടന്നു പോകണേ കർത്താവേ ഹല്ലേലൂയ. നാഥാ ദേശത്ത് കടഞ്ഞ എന്റെ കുടുംബമായി കർത്താവിനോട് നിലനിൽക്കാൻ കർത്താവേ നിനക്ക് വേണ്ടി കർത്താവേ കാലം പ്രവർത്തിപ്പാൻ കർത്താവേ അവനെ സഹായിക്കണമേ കർത്താവിന്റെ ബലത്തിൽ പകരണമേ അതിന്റെ കൃപയോട് പകരണമേ കർത്താവേ സ്തോത്രം നിന്റെ കൃപയാൽ നിറയ്ക്കണമേ കർത്താവേ നിന്റെ മകനെ കർത്താവേ കാലങ്ങൾക്ക് മുമ്പേ കർത്താവെ നീ വിളിച്ചു വേർതിരിച്ച് കർത്താവേ സ്തോത്രം അമ്മയുടെ മേൽ ഗുരുവായൂർ നിന്റെ മകനെ കണ്ടു കർത്താവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ കർത്താവേ സ്തോത്രം നീ വയ്ക്കപ്പെട്ട നാളിൽ ഒന്നും മുതൽ ഒന്നുമില്ലാതെ എണ്ണപ്പെടുകയും കർത്താവേ നിന്റെ കണ്ണ് നിന്റെ മകനെ കണ്ടു കർത്താവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സമയത്ത് കർത്താവേ ഹല്ലേലൂയ നീ വിളിച്ചു വേർതിരിച്ച് നിന്റെ രക്ഷയുടെ കർത്താവ് വസ്ത്രം ധരിപ്പിച്ചു കർത്താവേ ഹല്ലേലൂയ. 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 യേശുവേ കർത്താവേ വീണ്ടും കർത്താവേ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ കർത്താവേ നിന്റെ മകനെ ശക്തീകരിക്കണമേ അത് കൃപയാൽ നിറയ്ക്കണമേ കർത്താവേ ലോകം ഞങ്ങൾക്ക് അനുകൂലമല്ല കർത്താവേ ഹല്ലേലൂയ. എന്നാൽ കർത്താവേ നിന്നിൽ വിശ്വാസമുള്ളവനായി ഉറപ്പുള്ളവനായി കുടുംബമായി ദൈവത്തിൽ സരി നിലനിൽപ്പാൻ കർത്താവേ കർത്താവേ നീ അവനെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. അനുഗ്രഹ തലമുറയെക്കാളും നീ അവനെ സഹായിക്കണേ കർത്താവേ സ്തോത്രം സ്തോത്രം കർത്താവേ കർത്താവേ വിഷയയുടെ കരങ്ങൾ തീർന്ന് കർത്താവേ നിന്റെ സാൽ കർത്താവ് വസിപ്പാൻ കർത്താവേ ഹല്ലേലൂയ. ഇത്രത്തോളം ഇവരെ ബലപ്പെടുത്തി ഇവരെ ശക്തീകരിച്ച് കർത്താവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. മകൻ അപ്പം കർത്താവേ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല സ്വർഗ്ഗത്തിൽ കർത്താവേ ഹല്ലേലൂയ ദൈവത്തിന്റെ വാഴ്ച സകല വചനോട് ജീവിക്കുന്ന കർത്താവേ സാക്ഷിയാക്കി കർത്താവേ നാഥനോട് വാഴ്ചയിലോട്ട് ദയക്കായി സ്തോത്രം വചന കർത്താവേ ഹല്ലേലൂയ പഠിച്ച നാഥ ഇത്രത്തോളം കർത്താവേ ദിവസം നിൽപ്പാറ്റയോട് സഹായിക്കുന്നു അവരുടെ ദയക്കായി സ്തോത്രം ശക്തിയോട് പരീക്ഷകളൊക്കെ ഏർപ്പാട് ദൈവകൃപ വീട്ടിനോട് പകരണമേ കുടുംബമായി നീ ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ നാഥ ഇതൊക്കെ നിന്റെ സന്നിധി നീതിയായി കടക്കുന്ന കർത്താവേ നന്ദിയോടെ സ്തോത്രം സ്തോത്രം കർത്താവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ കർത്താവേ പ്രിയരക്ഷയെ കൽപ്പിച്ച സാക്ഷ്യത്തിനായ സ്തോത്രം കർത്താവേ നാഥ കർത്താവ് ഞങ്ങൾ ജീവനോട് കർത്താവിന്റെ പ്രവൃത്തിയെ വർണ്ണിപ്പാൻ കർത്താവേ ഹല്ലേലൂയ വീട്ടിനെ സഹായിക്കണപ്പാ ആ കുടുംബത്തെ സഹായിക്കണപ്പാ മറ്റുള്ള മുമ്പിൽ കടന്നു ചെല്ലുമ്പോൾ കർത്താവേ ആ ദൈവം ചെയ്ത നന്മകളെ വർണ്ണിപ്പാൻ കർത്താവേ ഹല്ലേലൂയ അതിലൂടെ അനേകരെ കരം പിടിച്ച് ഉയർത്തുവാൻ കർത്താവേ നിരാശപ്പെട്ടിരിക്കുന്നവരെ കർത്താവേ ഹല്ലേലൂയ ദൈവത്തിന്റെ സൗഖ്യമാക്കുന്ന കരത്തെ കുറിച്ച് വിവരിപ്പാൻ കർത്താവേ കുടുംബത്തെ സഹായിക്കണമേ ബലപ്പെടുത്തണേ കർത്താവേ കർത്താവേ സ്തോത്രം
മകൾ കർത്താവേ നിന്റെ സ്ഥലപ്പെട്ട സാക്ഷ്യ കർത്താവേ കല്ലിയോട് ഓർക്കണമേ കർത്താവേ നാളെ പരിപൂർണ്ണ സാക്ഷിയുള്ള പൈതലായ കർത്താവേ കല്ലിയ എന്നും ദൈവസ്ഥാനം നിലനിൽപ്പാൻ കർത്താവേ കല്ലിയ യേശുവേ അവനെ സഹായിക്കണമേ പ്രാർത്ഥിക്കുക കുടുംബാംഗങ്ങളെ ബലപ്പെട്ടമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ കല്ലിയ നാളെ കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവേ കല്ലിയ നാളെ കർത്താവേ കല്ലിയ വസിപ്പായ ഭാഗ്യമായ കർത്താവേ ആനന്ദേ വസിച്ചവരെ എല്ലാം നിന്റെ കാര്യങ്ങൾ നാളെ കർത്താവേ ജീവിതത്തിൽ അനുഗ്രഹം വിടുതലുമായി ആമേൻ മാറണമേ സ്തോത്രം 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 നാളെ 21 ദിവസം ഞാൻ ദിവസത്തിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ പുതിയ ബലം പ്രാപിച്ച് പുതിയ ശക്തി പ്രാപിച്ച് പഴയ ദുരിതം അല്ല കർത്താവേ ഒരു പുതിയ ഹല്ലേലൂയ ഹല്ലേലൂയ പുതിയ ദുരിതയാക്കി കർത്താവേ ഞങ്ങളെ പുറത്തെടുക്കണമേ പ്രാർത്ഥിക്കുന്നു പിതാവേ സ്തോത്രം ഞങ്ങളെ കുറിച്ച് നീ വലിയത് കർത്താവേ പ്ലാൻ ചെയ്തിരിക്കുക ആ പദ്ധതികളെ ഞങ്ങൾ പൊളിക്കാൻ ഇടയാകാതെ കർത്താവേ അതിനുവേണ്ടി ഞങ്ങൾ ഒരുക്കപ്പെടുവാൻ കർത്താവേ ഞങ്ങളെ ശക്തിയായിരിക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ സൈന്യത്താലല്ല ശക്തിയാലല്ല നിന്റെ ആത്മാവിനാൽ കർത്താവേ നിന്റെ ആത്മാവിന്റെ അഭിഷേകത്തെ ഞങ്ങൾ നിറയ്ക്കണമേ സഹിഷ്ണുതയുള്ളവരായി ക്ഷമയുള്ളവരായി താഴ്മയുള്ളവരായി കർത്താവേ കല്ലിയ നാദാ നിന്റെ കൃപ ഭാരത്തിൽ കർത്താവേ കർത്താവേ കൃപ പ്രാപിച്ച് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ നാളുകൾ ജീവിതത്തിൽ എല്ലാ ബലികളും ക്ഷമിക്കണേ കർത്താവേ ഒരു പുതിയ വർഷം ഞാൻ ശേഷിക്കും കർത്താവേ ദൈവത്തിന് വേണ്ടി സന്നദ്ധരായി നിൽക്കുവാൻ കർത്താവേ കൃപ പ്രാപിച്ച് കർത്താവേ ദൈവസ്ഥാനം കർത്താവ് മുന്നേറുവാൻ കർത്താവേ ഞങ്ങൾ ഇവിടെ എരികോ വന്ന് തകർത്ത കർത്താവേ ഞങ്ങളെ ബലപ്പെട്ട് പ്രാർത്ഥിക്കുന്നു പോകാൻ ആഗ്രഹിക്കുന്നു എവിടെ ചെന്നാൽ കർത്താവിനെ ഉയർത്തുവാൻ കർത്താവെ സഹായിക്കണം കർത്താവെ അവിടെ അയക്കുന്ന കർത്താവ് പ്ലാനിനെ വിശ്വസിക്കുന്ന കർത്താവേ കൂടെ ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കർത്താവെ സഹായിക്കണമേ നിറയ്ക്കോ അവരുടെ ശരീരത്തെ ദൈവത്തിന് ബലപ്പെടുത്തുന്ന കർത്താവേ ആ യാതൊരു പാർപ്പിൽ രോഗം കർത്താവേ പിന്തുടരാൻ ഇടയാകാതെ കർത്താവേ യേശുവിന്റെ നാമത്തിൽ കട്ടിയത് പ്രാർത്ഥിക്കാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക സഹായിക്കണമേ പിടിക്കാൻ ഇടയാകാതെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു നിനക്ക് ഞങ്ങൾ നിറയ്ക്കണം വീണ്ടും കർത്താവെ തുറന്നയുടെ വാസ പ്രാർത്ഥന കർത്താവെ വലിയ അനുഗ്രഹം പകരണമേ പ്രാർത്ഥിക്കുന്നു നിന്റെ സ്ഥലത്ത് ജയത്തോടെ നിൽക്കാൻ കർത്താവെ കാലിയ ജയിച്ച ജയവിന്റെ മക്കൾ ഞങ്ങൾ കർത്താവെ കർത്താവെ സ്തോത്രം ജയിപ്പാളക്ക് വേണ്ടി പകരണമേ പ്രാർത്ഥിക്കുന്നു നാളെ ലോകത്തെ ജയിക്കുന്ന വിശ്വാസം കർത്താവെ ഞങ്ങൾ നീ വർദ്ധിപ്പിക്കണമേ പ്രാർത്ഥിക്കുന്നു നാളെ ഞങ്ങളുടെ വിശ്വാസം കർത്താവെ ഞങ്ങൾ ക്ഷമിക്കണേപ്പ നിന്റെ വിശ്വാസമുള്ളവരായി കർത്താവെ കാലിയ കഴിഞ്ഞ നാൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ ചെയ്തു കർത്താവെ ഓർത്ത് നന്ദി കർത്താവെ നാളെ നിന്റെ വാഗ്ദത്തങ്ങൾ ഉറച്ചു കർത്താവെ നാളെ വിശ്വാസമുള്ളവരെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു താഴ്ത്തി സമർപ്പിക്കുന്നു പ്രാർത്ഥനയായി സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 അറിയിപ്പുള്ളത് Neuigkeiten. നമുക്ക് തിങ്കളും ചൊവ്വാഴ്ചയും ആ ഉപവാസ പ്രാർത്ഥനയുടെ വൈകിട്ട് അനുഗ്രഹിക്കപ്പെട്ട രണ്ട് ദേവദാസന്മാർ നമ്മുടെ മധ്യവചന ശുശ്രൂഷിക്കും. Und am Montag und am Dienstag von unserem Fastengottesdienst werden zwei gesegnete, gesalbte Pastoren für uns predigen. അതിനോടൊപ്പം തന്നെ സാധാരണ നമ്മൾ 6 മുതൽ 9 മണി വരെയുള്ള ആമേൻ പ്രാർത്ഥന ഉണ്ടായിരിക്കും. 6 മുതൽ 7 മണി വരെയുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കും. Und wie gewohnt werden wir auch den Gottesdienst von den Online-Gottesdienst von 6 bis 7 haben. ഹല്ലേലൂയ. നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ genauso wie wir beten werden. യഹൂദേ Juda. ഞാൻ എൻ്റെ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റുമ്പോൾ Ich werde wenn ich die Situation meines Volkes verändere. നിനക്കൊരു കൊയ്ത്ത് വെച്ചു. Habe ich für dich einen Samen. വിശ്വാസത്തോടെയായി. Lass uns voller Glauben sein. Denn wir werden die Wunderwerke des Herrn sehen. സാക്ഷി നമ്മളെല്ലാവരും കേട്ടിരിക്കും. Wir haben alle das Zeugnis von Schwester Lisha gehört. ഹല്ലേലൂയ. ഡോക്ടർമാരുടെ കണ്ടീഷൻ അല്ല ദൈവത്തിന്റെ കണ്ടീഷൻ. Die Kondition von den Doktoren sind nicht die Kondition Gottes. നമ്മുടെ മധ്യ ഡോക്ടർമാരുണ്ട്. Unter uns sind Doktoren. ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. Lass uns den Herrn vertrauen. ഡോക്ടർമാരുടെ കണ്ടീഷൻ ആയിരുന്നെങ്കിൽ ഷാരോൺ എന്നൊരു ബെഗിൻഡർ നമ്മളെ സ്കൂളെ നടത്തിക്കൊണ്ട് വരേണ്ടതായിരുന്നു. Wenn die Kraft bei den Doktoren wäre Sharon jetzt immer im Rollstuhl. എനിക്കും എൻ്റെ ഷെപ്പാർട്സ് വിളിച്ചു പറഞ്ഞു ഇവനെ ഒരു ബെഗിൻഡർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടണം. Und der Chefarzt vom Klinikum sagte, ihr bekommt euren Sohn nur als Behinderten zurück. Und wir beteten auf unseren Knien. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നു. Wir haben den Gott, der unseren Gebeten. ദൈവത്തിന് നന്ദി പറഞ്ഞാൽ Lass uns den Herrn Dank sagen. ഡോക്ടർമാരുടെ കണ്ടീഷൻ അല്ല ദൈവത്തിന്റെ
Denn die Kondition der Doktoren sind nicht die Kondition der നമ്മളിവിടെയുള്ള ഡോക്ടർമാരെ എഴുന്നേൽപ്പിച്ച് നിർത്തുമെങ്കിൽ അവർ തന്നെ പറയും. Und wenn wir die Doktoren fragen hier unter uns, dann sagen die das Gleiche. ഏറ്റവും ഉപരിയായി നമുക്ക് തന്നെ പറയുവാൻ ദൈവം മാതൃക. Ich danke den Herrn, dass er uns solche Situationen gibt. Hallelujah. Preis den Herrn. തുടർന്ന് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. Lasst uns weiter in voller Gebet sein. റോയ് ബ്രദർ വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഷോൺ. Hallelujah. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അനെ നമ്മൾ ആ പാടിയിട്ട് ഒന്ന് രണ്ട് എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ ദൈവ സമയം കഴിയും. ദൈവത്തോട് പറഞ്ഞാൽ കുഞ്ഞൊരു വാക്കാവാ ജീവൻ പോകുവോളം ക്ഷീണിച്ചു പോയിടല്ലേ. ദൈവത്തിന് മുമ്പാകെ വിശുദ്ധ സമാരാധനയിൽ നമുക്കൊരു തീരുമാനമെടുക്ക. എല്ലാവരും ചേർന്നാലായി ഒന്നുകൂടെ പാടിക്കാണ്. ക്ഷീണിച്ചു പോയിടല്ലേ. ക്ഷീണം വരുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രയാസം വരുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തോടൊന്ന് പറഞ്ഞാട്ട് ദൈവനെ ക്ഷീണിച്ചു പോയിടല്ലേ നാദായി കൈകളൊന്നും കെട്ടി നിൽക്കാതെ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാതെ പരിശുദ്ധാത്മ ഉള്ളത്തോടുന്ന് ആരും ദൈവസന്നിധിയിൽ കൈകെട്ടി നിൽക്കാതെ ദൈവത്തോട് ശിശുവിന്റെ കയ്യിലെ കളികൊണ്ട് ക്ഷീണിച്ചു പോവാൻ ഞങ്ങളെ അനുവദിക്കരുത്. ദൈവത്തോട് പറ ജീവൻ പോവോളം ജീവൻ പോവോളം നിന്നോട് ചേർന്നിരിക്കണം. ആരാധനയുടെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യയിൽ till this moment your presence is with us. The remaining time also. വചനത്തിൽ കൂടെ വീണ്ടും ഞങ്ങളെ ബലപ്പെടുത്തുമാറാണ്. Please strengthen us through your word. ഞങ്ങളെ രണ്ടുപേരെയും ക്രൂശിക്കന്മാർവരിൽ മറക്കണം. Please cover us, both of us, on the cross. ദൈവവിധമല്ലാത്തൊരു വാക്ക് ഞങ്ങളുടെ വായിൽ വരുവാൻ അനുവദിക്കരുത്. Please do not allow any words that are not your മക്കൾ വന്നുകൊണ്ട് എഴുന്നേൽപ്പാനല്ലപ്പാ. It's not for the people to നിന്റെ സന്നിധിയിൽ ബലത്തോടുകൂടി എഴുന്നേൽക്കുവാൻ. Please help us to get up with power of God. ദൈവം ഓരോരുത്തർക്കും കൃപ വരണമേ. Please give us that praise. If there is anything against you, എല്ലാ ദുഷ്ടന്റെ ചതിവിൽ നിന്നും every deeds of the devil, ജനത്തെ വിടുവിക്കണമേ. please liberate the people. കളവിളിക്കണമേ. Let the devil does not sow any. യേശുവിന്റെ നാമത്തിൽ തന്നെ We ask everything in the name of Jesus. Amen. Amen. Praise the Lord. Hallelujah. അരമണിക്കൂർ നമ്മുടെ മുമ്പിലുണ്ട്. We have. എല്ലാവരും ദൈവസന്നിധിയിൽ നിന്നാൽ Please take a seat. Hallelujah. കർത്താവിനോട് പറഞ്ഞ ഒരു വചനം ഇങ്ങനെയാണ്. Lord was speaking to me this morning. വ്യാഴാഴ്ച രാവിലെ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഞായറാഴ്ച എന്തുവാണ് വചനം ശുശ്രൂഷിക്കേണ്ടത്? I was sitting at the feet of the Lord on Thursday and was asking God what I had to give. ഞാൻ വായിച്ച വചനം എനിക്ക് ദൈവം തന്ന വചനം ഞാൻ ശബ്ദത്തിൽ വായിച്ചു.
And what God was giving me, I was reading out loud. ഇപ്പൊ ജാൻസി എന്റെ അരികിലുമുണ്ട്. And Jancy's sister was by the side. ജാൻസിനോട് പറഞ്ഞു, ബാക്കി ഈ വചനം നിങ്ങൾ നേരത്തെ പ്രസംഗിച്ചോണ്ടല്ലോ. And she was telling that you have been ministering this verse before. എന്നോട് കർത്താവ് പറഞ്ഞു ഈ വചനം പറയുവാൻ. And God was telling me ഈ വചനം നമുക്ക് അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യും. I am sure that it's going to be a blessing. വെളിപ്പാട് പുസ്തകം 2:10 ഒന്ന് വന്നാട്ടെ. Revelation 2:10, please. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. Revelation 2:10. നമ്മുടെ അവസാന ഭാഗമാണ് നമ്മുടെ വിഷയം. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. സ്തോത്രം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. Be faithful unto death. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. And I will give you the crown of life. ക്ഷീണിച്ചു പോകരുതേ. Please don't get dejected. എനിക്കറിയാം ഇത് ദൈവാത്മാവ് ഇടപെടുകയാണ്. I know that this is the Spirit of the Lord acting. പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. The Spirit of the Lord is acting specifically. മരണപര്യന്തം until the death. വിശ്വസ്തനായി നിന്നാൽ, be faithful, and if you stand, ജീവകിരീടം നിനക്ക് തരും. I'll give you the crown of life. വചനം കേട്ടിട്ട് വിട്ടിട്ട് പോകരുത് പ്രിയരേ. Please don't just hear and leave it like that. 2022 നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. We don't know what is 2022 going to bring in our life. നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. We don't know what is going to happen tomorrow. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. The word of God tells like മരണപര്യന്തം till the death. വിശ്വസ്തനായി നിൽക്കുക. Be faithful. എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. And you will get the crown of life. എല്ലാ ദൈവദാസന്മാരും, all the dear children of God, സ്നാനം കഴിയുമ്പോൾ, after they get baptism, സ്നാനപ്പെടുത്തുന്ന വ്യക്തിയുടെ തലയിൽ കൈവച്ച് പറയും, keeping the hands on the person who is getting baptized, മരണപര്യന്തം നീ വിശ്വസ്തനായിരിക്കുക. and tell that be faithful unto death. ആ ദൈവദാസന്റെ പറച്ചിലിന്റെ സമയം കഴിഞ്ഞു. The time of that saying is over. വിശ്വസ്തനായി ജീവിക്കേണ്ടത് നമ്മുടെ കടമയാണ്. It is our duty to be faithful. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. Can we just thank the Lord? ജീവകിരീടം നഷ്ടപ്പെടുന്നത്. Please don't lose the crown of life. ദൈവം തരുവാൻ പോകുന്ന കിരീടം നഷ്ടപ്പെടുത്തരുത്. Please don't keep away the crown that God is going to give you. ദൈവത്തോട് പറയണേ. Please speak to the Spirit of the Lord. ഞങ്ങൾ പലപ്പോഴും അവിശ്വാസത കാണിച്ചിട്ടുണ്ട്. We have been unfaithful in some instances. ഞാൻ എന്നോട് തന്നെയാ പറയുന്നത് കേട്ടോ. പലപ്പോഴും അവിശ്വാസത കാണിച്ചിട്ടുണ്ട്. I'm telling myself also. I have done being unfaithful several times. ஆனால் മരണപര്യന്തം വിശ്വസ്തനായിരിക്കാൻ. But to be faithful till the death. ദൈവമേ കൃപ. Oh, please give me the grace, my God. ദൈവത്തോട് പറഞ്ഞാട്ട് പ്രിയ ദൈവമേ. Let us just tell it with the Lord. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത വാക്യം പറയുന്നത്, and the next part, സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. He who has an ear, let him hear what the Spirit says to the churches. ജയിക്കുന്നവനെ രണ്ടാം മരണത്തിന് ശേഷം ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. The one who conquers will not be hurt by second death. ഹല്ലേലൂയ. ജയിക്കുന്നവന്, the one who conquers, രണ്ടാം മരണത്താൽ by the second death, ദോഷം വരികയില്ല. will not be hurt. ജയകരമായ ഒരു ജീവിതം വേണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. We have to lead a victorious life in this world. ഹല്ലേലൂയ. ദൈവത്തോട് പറഞ്ഞാട്ട് just speak out with the Spirit of the Lord. എങ്ങനെയാണ് നമ്മൾ ജയിക്കേണ്ടത്? How can we lead a ഏത് വിധത്തിലാണ് ജയിച്ചൊരു വിശുദ്ധ ജീവിതം ജീവിക്കേണ്ടത്? How can we lead a victorious life? ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. സ്തോത്രം. സ്തോത്രം അപ്പച്ചാ. വെളിപ്പാട് പുസ്തകം 20:4. വെളിപ്പാട് പുസ്തകം 20:4. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ന്യായാസനം കണ്ടു. Then I saw the thrones. ഞാൻ ന്യായാസനം കണ്ടു. I saw the thrones. അവയിൽ ഇരിക്കുന്നവർക്ക് and those seated on ന്യായവിധിയുടെ അധികാരം കൊടുത്തു.
to whom the authority to judge was committed. യേശുവിന്റെ സാക്ഷ്യമുള്ളവനായി ജീവിക്കണം. We have to live our testimony according to the Spirit of God. അങ്ങനെയല്ലേ പറയുന്നത്? യേശുവിന്റെ സാക്ഷ്യം, The testimony of സാക്ഷ്യവും ദൈവവചനവും നിമിത്തം, യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തവും തല ഛേദിക്കപ്പെട്ടവരും, തല ഛേദിക്കപ്പെട്ടവരും പറഞ്ഞു. those who have been beheaded for the testimony of Jesus and for the word of God. ഒന്ന് യേശുവിന്റെ സാക്ഷ്യം. First, testimony of Jesus. ദൈവവചന നിമിത്തം, because of word of God. തല ഛേദിക്കപ്പെട്ടവരും, those who were beheaded. അവൻ അർത്ഥഭാവം പറയുന്നത് മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും, മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും, and those who had not worshipped the beast or its image. ഹല്ലേലൂയ. അർത്ഥഭാവം പറയുന്നത് നെറ്റിയിലും കൈമേലും, കേട്ടോ, നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. ആത്മാക്കളെയും ഞാൻ കണ്ടു. പറഞ്ഞു. നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. And had not received its mark on the foreheads or the hands have I seen them. ഹല്ലേലൂയ. അവർ ജീവിച്ച 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. അവർ ജീവിച്ച 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. They came to life and reigned with Christ for 1000 years. ഇതാണ് ജയജീവിതം. That is a victorious life. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. We praise God. ഇതാണ് ജയജീവിതം. That is the victorious life. പച്ച കുത്തുന്നവർ നമ്പാകയല്ല. It's not that we are gathering something. ബിംബത്തെ നമസ്കരിക്കുന്നവരുടെ മധ്യയല്ല. It is not that we are worshipping some images. വിശുദ്ധിയിൽ വേർപാടോടെ ജീവിക്കുക. To lead a consecrated, clean life. ഇതിന്റെ നടുവിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ. To lead a life like God, the grace. നോക്കുമെങ്കിൽ sorry. ഇന്ന് ജർമ്മനി നോക്കുമെങ്കിൽ when we see Germany today, ഏകദേശം 40 വർഷത്തെ ജനത്തോളം ഉണ്ട് മുദ്ര കുത്തിയിട്ടുള്ളത്. there are a lot of people who are saved. അങ്ങനെ യൂത്ത് 7 വർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. There are instances where they are going to the same. അതൊക്കെ പടർന്ന് പിടിച്ചോണ്ടിരിക്കുക. And they are massively. ഇവിടെയൊക്കെ യൂത്ത് but the dear brothers and പിടിച്ചു നിൽപ്പാണ് കൃപ ദൈവത്തോട് ചോദിക്കുക. Please ask for the grace. എന്ത് വന്നിരുന്നാലും whatever happens, ഞാൻ എന്റെ യേശുവിന് വേണ്ടി ജീവിക്കും. I live for my God. ആരെയാ കണ്ടത് 1000 ആണ്ട് ജീവിക്കുന്നത്? Whom did you see living 1000 years? അവർ ജീവിച്ച് they lived 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു and reigned with Jesus for 1000 years. ദൈവത്തിന് നന്ദി പറഞ്ഞാൽ Can we just thank the Lord? 2 പത്രോസ് 1:19 ഒന്ന് വന്നാട്ടെ. 2 പത്രോസ് 1:19. 2 Peter 2 പത്രോസ് 1:19. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. So, for whoever lacked these qualities is so nearsighted that he is blind, having forgotten. So, 2 പത്രോസ് 1:19. That is it. And we have something more sure, the prophetic words, so to which you will do well to pay attention as to a lamp shining in a dark place until the day of dawns and the morning star rises in your hearts. Hallelujah. പ്രവാചക വാക്യം. The prophetic word. എന്തുവാ പ്രവാചക വാക്യം? What is the prophetic word? ദൈവത്തിന്റെ വചനം. It's the word of God. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും and we have something more sure, the prophetic word. അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. And we have something more sure. നേരം വെളുക്കുകയും when the day dawns നിങ്ങളുടെ ഹൃദയങ്ങളിൽ in your heart നക്ഷത്രം ഉദിക്കുവോളം till the shining of a lamp in your heart നിങ്ങളുടെ ഹൃദയങ്ങളിൽ in your heart നക്ഷത്രം ഉദിക്കുവോളം till the lamp shining arises. ആമേൻ. ഇരുണ്ട സ്ഥലത്ത് in the dark places പ്രകാശിക്കുന്ന വെളിച്ചം വായിക്കട്ടെ. ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. ഹല്ലേലൂയ. And
to you which will do well to pay attention as to the lamp shining in a dark place until the day dawns and the morning star rises in your heart. സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ദൈവത്തിന്റെ വചനം കരുതിക്കൊള്ളണം. You have to consider the word of God as a rising lamp shining in your hearts in the darkness. ഇരുട്ടത്ത് നമ്മൾ ടോർച്ച് കത്തിച്ചു വെക്കുന്നു. If we shine a torchlight in the darkness, പ്രഭാതത്തിൽ എഴുന്നേറ്റ് when we rise up early morning, ഇരുട്ടത്ത് വെളിച്ചം ഉദിക്കുന്നത് പോലെ in the way that the light is dawning up early ഈ സ്ഥലത്ത് പ്രകാശം ഉദിക്കുന്നത് പോലെ it will be the same way in the darkness the light is shining. ദൈവത്തിന്റെ വചനം കൈക്കൊള്ളുന്നവരായി മാറണം. We have to be people who are treating that word of God in that way. So, dear brothers and sisters, പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാതെ എഴുന്നേറ്റ് പോകുന്നവരെ എനിക്കറിയാം. I know of children who are standing up without prayers early morning. ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ? Let us take a decision. ഇരുണ്ട സ്ഥലത്ത് in the place of darkness. സ്തോത്രം വായിക്കപ്പെടേ. ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. ഇതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. In the darkness, paying attention so that as a lamp shining in a dark place until the dark day dawns is a great thing. ജയകരമായ ഒരു ജീവിതം വേണം ഈ ഭൂമിയിൽ. We require a victorious life in this world. എന്റെ മക്കളെ ദൈവാത്മാവ് പറയുകയാണ്, the spirit of the Lord is telling നിന്റെ നിത്യത നഷ്ടപ്പെടുത്തരുത്. Please don't lose the everlasting ഈ life. ഭൂമിയിൽ ഏത് പട്ടം നേടിയിരുന്നാലും You can receive any degrees. എത്ര പണം ഉണ്ടാക്കിയിരുന്നാലും even if you have money, നിത്യത നഷ്ടപ്പെട്ട നമ്മുടെ അവസ്ഥ എന്താണ്? please don't eat the everlasting life. 21 ദിവസം ഉപവാസം ഇരുന്നു, 7 ദിവസം ഉപവാസം ഇരുന്നു, 3 ദിവസം ഉപവാസം ഇരുന്നു. We have been sitting for 21 days, for 7 days, for 3 days. നമ്മൾ മലയാളത്തിൽ ഒരു പാട്ട് പാടി. In Malayalam we sing a song. അവസാനം വരെ വിശ്വസ്തനായി നിൽക്കുക. Be faithful till the death. ദൈവത്തോടൊന്ന് പറയണേ. Let us call out to the Lord and tell. വിശുദ്ധിയോടുകൂടി ഒരു ജീവിതം എനിക്ക് പകരുമാറാകണമേ. Oh Lord, please give me a clean and separated life in front of you. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. Hallelujah. പ്രഭാതത്തിൽ ഉദിക്കുന്ന ഉദയ നക്ഷത്രം പോലെ like the morning star that is rising in the dawn. എന്റെ ദൈവത്തിന്റെ വചനം, the word of God. ഇതെനിക്കൊരു വിളക്കാക്കി ദൈവം മാറ്റണമേ. Oh, please be the lamp in my life. ഈ വചനം ഏറ്റെടുക്കുമെങ്കിൽ if you take that word, നിശ്ചയമായ ആ പ്രകാശം നമ്മുടെ മേൽ പിൻപറ്റുക തന്നെ ചെയ്യും. that light is going to shine upon us. പ്രഭാതം ഒരു പകൽ ജീവിപ്പാൻ in this morning to life, ദൈവിക പ്രകാശം നിന്നോട് കൂടെ വരും. the presence of Lord will be with us. മത്തായിയുടെ സുവിശേഷം 24:45 ഒന്ന് വന്നാൽ മത്തായിയുടെ സുവിശേഷം 24:45 വാക്യം. Matthew 24:45. ഹല്ലേലൂയ. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ? Who then is the faithful and wise servant whom his master has set over his household to give them the food at the proper time? ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. Praise God. ഹല്ലേലൂയ. നമ്മളൊന്ന് വായിച്ചാട്ടെ. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനും ആയ ദാസൻ ആർ? അടുത്ത വാക്യം. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. So blessed is that servant whom his master will find so doing when he comes. Hallelujah. ദൈവത്തോട് പറഞ്ഞാട്ട് Let us just speak. വിശ്വസ്തതയുള്ള ഒരു ജീവിതം എനിക്ക് ജീവിക്കാൻ. Oh Lord, to lead a faithful life. എന്നെ ഏൽപ്പിച്ച താലന്ത്, the talents that you have given me, വിശ്വസ്തയോടുകൂടി ചെയ്യുവാൻ to carry it out faithfully. ദൈവമേ കൃപ പകരണമേ. Oh Lord, please give the grace. ദൈവത്തോട് പറഞ്ഞാട്ട് ദൈവമേ, let us cry out to the Lord. എനിക്ക് തന്നിരിക്കുന്ന താലന്ത്, the talents that you have given, ഞാൻ വിശ്വസ്തയോടുകൂടി ചെയ്യണം. to do it faithfully in your presence, God.
നല്ല കുഞ്ഞുങ്ങൾക്കായി We thank the Lord for the good children. പ്രത്യേകിച്ച് നല്ല യൂത്തിനായ സ്തോത്രം. We thank for the faithful youth. അവർ ആഗ്രഹിക്കുന്നുണ്ട്. We are hungry. നമ്മുടെ ആരാധന എത്രയും ഭംഗികരമാക്കി മാറ്റണം. They're thinking all the ways to improve our worship. യൂട്യൂബ് ചാനലുകൾ, In the YouTubes, ഏത് രീതിയിൽ നല്ല ക്യാമറ മേടിച്ച് എങ്ങനെ രീതിയിൽ ഏത് രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാം. how we can improve on everything. ശബ്ദം എങ്ങനെ നല്ലതായിരിക്കും. How can we improve our voice? അവരൊക്കെ ഇതിനുവേണ്ടി ത്യാഗം സഹിക്കുന്നു. And everyone is working hard and പുതിയ suffering for കർട്ടൻ that. മേടിക്കുന്നുണ്ട്. Someone is getting the new curtains. കുറച്ചുകൂടെ ഇങ്ങനെ ഭംഗി വരുത്താം. How can we make it more beautiful? ആ നല്ല സഹോദരങ്ങൾക്കായി നല്ല യൂത്തിനായി സഭയുടെ എല്ലാ യൂത്തിനായി And I thank the Lord for all the youths that God has given. ദൈവം അവർക്ക് ആഗ്രഹമുണ്ട്. God has put a desire in our hearts. അവൻ യൂട്യൂബ് ആ ചാനൽ ഇടുന്നവർക്ക് അവന്റെ ഒരു ആഗ്രഹമാണ് ഈ പ്രസംഗം കാണുന്നവർ ഒരു അനുഗ്രഹമായി മാറണം. അതൊരു അത് കാണുന്നവരുടെ നല്ലതായിരിക്കണം എന്നൊക്കെ ആഗ്രഹത്തോടെയാണ് ഇതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. And they are acting with this in their heart that the messages that are being given here should be a blessing for other people. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും I thank the Lord for all the children. ദൈവങ്ങളുടെ കൃപയെ വർദ്ധിപ്പിക്കും. Let God multiply ദൈവങ്ങളുടെ the അഭിഷേകത്തെ വർദ്ധിപ്പിക്കും. Let God multiply the anointing upon them. കഴിഞ്ഞ ദിവസം നമ്മളോട് വചനത്തിൽ സംസാരിച്ചപ്പോൾ Last day, the servant of God, as he ministering from the word of God, അവരോട് ദൂത് പറഞ്ഞു, was telling to some children, ഈ സൈഡിൽ നിൽക്കുന്നവനല്ല, you are not supposed to be standing on the നിന്നെ ഞാൻ side. മുമ്പിൽ കൊണ്ടുവരും. I'll bring you to the forefront. നിന്നെ ഞാൻ മുമ്പിൽ കൊണ്ടുവരും. I'll bring you to the നീ forefront. സൈഡിൽ നിൽക്കുവാനുള്ളവനല്ല. You are no longer allowed to stand on the side. എത്രയോ വ്യക്തമായ ദൂത് നമ്മളോട് ഇടപെടുകയുണ്ടായി. There were many words, messages from God spoken ഞാൻ to the ചിന്തിക്കുന്നു servants. ഓരോരുത്തരുടെ ദൈവാത്മാവ് ഇടപെടുന്നുണ്ടായി. I'm sure that for everyone there was a message. ഒരു ദൈവദാസന്റെ പേര് വിളിച്ചു പറഞ്ഞു. He was one of the children of God were calling out the names also. നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിന്റെ വലിയ സ്നേഹത്തിനായി ദൈവത്തിന് നന്ദി പറയാം. We thank the Lord for the great love that He has for us. ഹല്ലേലൂയ. ജയിക്കുന്നവന് To have a victorious life രണ്ടാം മരണത്താൽ during the second death. ദോഷം വരികയില്ല. Will no calamities occur. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ When we are in this world, ജയകരമായ ഒരു ജീവിതം വേണം. we have to have a victorious life. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. Let us thank the Lord. എങ്ങനെയാണ് ജയകരമായ ജീവിതം? How can we have a victorious life? ഒന്ന് ക്രിസ്തുവിലുള്ള വിശ്വാസം. The first is the trust in our God. ക്രിസ്തുവിലുള്ള ഒരു വിശ്വാസം The trust in Christ അത് നിന്നെ ജയത്തിലേക്ക് will lead you to victory. പ്രശ്നം വരുമ്പോൾ When the problems come, എനിക്കൊരു ദൈവമുണ്ട്, I have a God. എനിക്കൊരു യേശുവുണ്ട്. I have a Jesus. അതിന്റെ പിന്നിൽ ഞാൻ താഴുപോകാനല്ല. In the problems, I don't have to see. എനിക്ക് ഈ ഭൂമിയിൽ ജയകരമായ ഒരു ജീവിതമുണ്ട്. I have a victorious life in this world. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം The trust in Jesus. അത് നിന്നെ ജയോത്സവമായി നടത്തുക തന്നെ ചെയ്യും. That will lead to a victory. പ്രശ്നം വരുമ്പോൾ തല കുടിച്ചു പിടിപ്പാനല്ല. When the problems come, it is not that you have ദൈവത്തോട് പറഞ്ഞ് ദൈവത്തെ ശ്രദ്ധിച്ചാട്ട് ഈ ഭൂമിയിൽ എനിക്ക് ജയകരമായ ഒരു ജീവിതം വേണം. ദൈവത്തെ കൂടുതലായി സ്നേഹിക്കണം. യേശുവിനോട് കൂടെ ചേർന്ന് നടക്കണം. എന്റെ ദൈവമേ, ഏത് പ്രശ്നത്തിന്റെയും മധ്യേ whatever the problems may be, യേശു ക്രിസ്തുവിനോടുള്ള വിശ്വാസം എന്റെ പറഞ്ഞു പോകരുത്. God, please don't let the trust in my God be decreased. ദൈവത്തോട് പറഞ്ഞാട്ട് Let us just cry out ജയകരമായ ജീവിതത്തിന് to have a victorious life. ഏറ്റവും വലുത് The most important thing ക്രിസ്തുവിനുള്ള വിശ്വാസമാണ്. is the trust in our God. രണ്ടാമത് The second thing, ദൈവകൃപ. the grace of God. ദൈവകൃപ നഷ്ടപ്പെടുത്തരുത്. Please don't allow the grace of God to നിന്റെ മേലുള്ള കൃപ നഷ്ടപ്പെടുത്തരുത്. Please don't allow the grace of God upon you to be lost. കൃപ നഷ്ടപ്പെടുത്തുമ്പോഴാ ജയകരമായി ജീവിക്കാൻ കഴിയാത്തത്. It is when we lose the grace of God that we have a ഹല്ലേലൂയ. life. ഹല്ലേലൂയ. ദൈവത്തോട് പറഞ്ഞാട്ട് Just cry out to the Lord. ദൈവം തന്നിരിക്കുന്ന കൃപ നഷ്ടപ്പെടരുത്.
God, please don't take away the grace that you have given us. എനിക്ക് ഈ ഭൂമിയിൽ ജയമായി ജീവിക്കണം. Oh Lord, I want to have a victorious life. കർത്താവിനോട് പ്രിയ ദൈവമേ എന്ന് പറയുന്ന വാഗ്ദാനം. Can we just open out our mouths? ദൈവം തന്റെ കൃപ നഷ്ടപ്പെടുന്നത്. Oh God, please don't take away the grace that you എന്റെ have കൃപ given us. നഷ്ടപ്പെടുന്ന എല്ലാ ഭാഗത്തു നിന്നും എല്ലാ മേഖലയിൽ നിന്ന് എന്നെ വിടുവിക്കുമാറാണമേ. Oh Lord, please deliver me from all the ways and measure ways that the grace of God can be removed. ഏത് നേരത്തും പുതുജനനം ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കണം. Every time we have to be walking with the Lord. ഒരു പകൽ ഭൂമി നമുക്ക് ദൈവം തരുന്നുവെങ്കിൽ If God is giving a day and a night, ദൈവ സന്നിധിയിൽ പോയി കഴുകൽ പ്രാപിക്കണം. we have to go to the presence of God and earn that. കണ്ണുകൊണ്ട് ചെവി കൊണ്ട് സംസാരിച്ച് ഹൃദയത്തിൽ നിരൂപിച്ചതൊക്കെ ദൈവത്തിന്റെ അടുക്കൽ പോയി ക്ഷമ പറഞ്ഞ് വലിയൊരു ദൈവമായിട്ടുള്ളൊരു നല്ല ബന്ധം കൊണ്ടുവരണം. It is a very important thing that we go to the feet of the Lord, and if we have done something or spoken something or seen something, that we acknowledge it in the presence of God. Hallelujah. കൃപ നഷ്ടപ്പെടരുത്. Oh, please don't lose your grace. മൂന്നാമത് Third, പാപത്തിൽ നിന്നൊരു വിടുതൽ. the deliverance from sin. പാപത്തിൽ നിന്നൊരു വിടുതൽ. The deliverance from sin. ആരും പാപിയാണെന്നല്ല പറയുന്നത്. I'm not telling that all of us are sinners. പാപചിന്തയിൽ നിന്നൊരു വിടുതൽ. Deliverance from the thinking. പാപത്തിൽ നിന്നൊരു വിടുതൽ. The thinking of the deliverance from the thinking of that sin. പാപത്തിലേക്ക് വീഴ്ത്തുവാൻ നോക്കുന്ന ശത്രുവിന്റെ പദ്ധതിയിൽ നിന്നൊരു വിടുതൽ. Deliverance from the attempts of the devil to push us into sin. കർത്താവിനോട് പറഞ്ഞാട്ട് Just let ഓരോരുത്തരുടെ ഉള്ളവരോട് ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. to each and every person that the Spirit of the Lord is speaking. ഏത് വിധത്തിലുള്ള പാപമാണ് Whatever form of the sin. അതിൽ എനിക്കൊരു വിടുതൽ വേണം. God, I want a deliverance from that. കർത്താവ് സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുക. God is seeing on the screen. എന്റെ പാപമെല്ലാണ്. What my sins are. ആണ് ദൈവത്തോടൊന്ന് പറയുകയേ. Just tell it to the Lord. സ്തോത്രം. എനിക്ക് ഈ ഭൂമിയിൽ ജയകരമായ ഒരു ജീവിതം വേണം. God, I want a victorious life in this എന്നെ world. പാപത്തിലോട്ട് നയിക്കുന്ന ദൈവമേ ശത്രുവിന്റെ പദ്ധതി കൊഴിഞ്ഞു പോകണം. Oh God, please do let all the attempts or temptations that the devil is putting to destroy me be destroyed. മരണപര്യന്തം എനിക്ക് വിശ്വസ്തനായി ജീവിക്കണം. I want to be faithful to you unto the death. ലോകത്തിന്റെ ലോകമോഹങ്ങളിൽ നിന്ന് എനിക്കൊരു വിടുതൽ. I want to have a deliverance from the lusts of this world. കർത്താവിനോട് പറ ലോകമോഹങ്ങളിൽ നിന്ന് എനിക്കൊരു വിടുതൽ. Just cry out to the Lord. Lord, I want a deliverance from the ജീസസ് lusts of the world. ദൈവത്തോട് പറ പ്രിയ ദൈവമേ. Just tell it aloud to the Lord. ലോകത്തിന്റെ മോഹത്തിൽ എനിക്കൊരു വിടുതൽ വേണം. I want a deliverance from the lusts of the world. എനിക്ക് ഈ ഭൂമിയിൽ ജയകരമായ ഒരു ജീവിതം ജീവിക്കണം. I want to have a victorious life. എനിക്ക് മരണപര്യന്തം വിശ്വസ്തനായി ജീവിക്കണം. I want to be truthful and faithful till the death of ഒരു ജയകരമായ ജീവിതം എനിക്ക് വേണം. I want a fruitful life, God. അവൻ സാത്താന്റെ മേലുള്ള എനിക്ക് വിജയം വേണം. I want a victory over the devil. അവൻ ജയകരമായി എങ്ങനെയാണ് ജീവിക്കുന്നത്? How can we lead a victorious life? സാത്താന്റെ അധികാരത്തിന്റെ ഒരു ജയം പ്രാപിക്കണം. I want a victory over the devil. ദൈവത്തോട് പറഞ്ഞാട്ട് Just cry out to the Lord. ദൈവത്തെ എല്ലാവരും ഒന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട് നമ്മുടെ മധ്യം നമ്മുടെ കർത്താവ് വലിയൊരു വിടുതൽ നടത്തിക്കൊണ്ടിരിക്കുക. God is giving a deliverance. ആദ്യകാലത്ത് വന്ന ജീവിതമാണ് ഇന്നത്തെ ജീവിതം. It is the same way that as people keep coming in. ശത്രു നിന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കിയില്ലയോ? There were several instances where the devil was ശത്രു നിനക്ക് രോഗം വിടുവാൻ നോക്കിയില്ലയോ? There were several instances where the devil നിന്റെ മുഖം ഇരുണ്ടൊക്കെ ഇരുന്നത്. it was like that he was trying to put you down. നിന്റെ കുഞ്ഞുങ്ങളുടെ മുഖം ഇരുണ്ടല്ലോ ഇരുന്നത്. എനിക്ക് ഈ ഭൂമിയിൽ ജയകരമായ ജീവിതം വേണം. I want a victorious life in this world. ആരാധന ആരാധിക്കാൻ കഴിയുന്നത് ആരാധിക്കുന്നത്. Just rejoice in the Lord. ദൈവത്തോട് നന്ദി പറഞ്ഞാട്ട് Let us just thank the Lord. എല്ലാ ഇരുളിനെയും വെളിച്ചമാക്കുന്നവരായ കർത്താവ്. Our Lord is the Lord who is turning everything എല്ലാ around. ഭൂതലങ്ങളെയും അധികാരം തന്ന കർത്താവ്. Our Lord is the Lord who is giving us എനിക്ക് അതിന്മേൽ ശക്തിയുണ്ട്. There is the power in the word of എനിക്ക് God. അതിന്മേൽ അധികാരമുണ്ട്. God has given me an വായ് കൊണ്ട് വിളിച്ചു പറ. Just cry out and tell. വായ് കൊണ്ട് വിളിച്ചു പറ. Just open out your mouth and ശത്രുവിന്റെ മേൽ എനിക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. God has given me an authority. എന്റെ കുടുംബത്തിൽ അത് ഭരിക്കത്തില്ല. It will
പുരുഷനൊക്കെ നോക്കി പറ, എന്റെ പുരുഷൻ, എന്റെ കുഞ്ഞുങ്ങൾ ഓ ധീരമായ ജീവിതം എന്റെ ഭാര്യയും മുമ്പിൽ ധൈര്യമായ ജീവിതം ജീവിക്കണം. ദൈവത്തോട് പറ, പ്രിയ ദൈവമേ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. നമുക്ക് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. The one who conquers and who keeps my works until the end, to him I will give authority over the nations. ജയിക്കണം. We have to win. ജയിക്കണം. We have to ജയകരമായ ജീവിതം ജീവിക്കണം. We have to have a victory. ദൈവാത്മാവ് ഓർപ്പിക്കുവാണ്, the spirit of the Lord is to ജയകരമായ ജീവിതം ജീവിക്കാം. We have to have a victory. ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. The one who conquers and he who keeps my works until the end, to him I will give the authority over the nation. ദൈവത്തിനോട് നന്ദി പറഞ്ഞാട്ടെ. അധികാരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. Can you just thank the Lord for the authority? ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. God has promised an authority over the nation. ജയിച്ച് ജയവനായി ജീവിക്കണം. To have a victorious life. Hallelujah. Hallelujah. Oh God, oh God, oh God. Let's speak to the Lord. Oh God, we worship you. To have an authority over the nations. No one can put me down. There is a definite, distinct power against the darkness. There is a power against the darkness. I can lift up this book and tell more than 1,000 times. There is an authority that is given against the darkness. I can tell it on my children. Hallelujah. Oh God. I thank the Lord for the authorities that He has given. We have to receive the authority against the darkness. Let's just turn God has given an authority against the darkness. Oh God, please tell that loud. The Lord has given me authority over the nation. Hallelujah. സ്വന്തം വെളിപ്പാട് പുസ്തകം വീണ്ടും നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. അവസാനമായി നമുക്ക് വായിക്കാം. 3-ാം അധ്യായം. തർദീസിലെ സഭയ്ക്ക് ദൂതൻ എഴുതുന്നത് this thing to the church of Jesus. അതിന്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു. The first this verse tells, സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. Hallelujah. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. And to the angel of the church in Sardis writes, the words of him who has the 7 spirits of God and the 7 stars. I know your works. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. I know your works. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്. You have a reputation of being alive. എങ്കിലും നീ മരിച്ചവനാകുന്നു. But you are dead. Can you just take a touch? ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്. I have a name എങ്കിലും നീ മരിച്ച അവസ്ഥയിലേക്ക് ജീവിക്കുന്നു. But I will be in a dead state. ദൈവത്തോട് പറയുന്നത് ദൈവമേ, can you just open our mouth? ജീവനുള്ളവൻ പേര് എനിക്ക് തന്നു. God has given me a name that I ലോകം കാണുമ്പോൾ, if the world is സമൂഹം കാണുമ്പോൾ, if the society is seeing, ജീവനുള്ളവൻ പേരുണ്ട്. I have a name that I am living. പക്ഷെ ഉള്ള പറയുന്നില്ലയോ, but the inner heart is telling. മരിച്ച അവസ്ഥയിലൂടെയാണല്ലോ പോകുന്നത്. Are we leading through a circumstance of death? ഇന്ന് പാൽക്കാലം ഒരു വിടുതൽ പ്രാപിക്കും. Or we have to get a deliverance. കർത്താവേ,
Oh God, ദൈവത്തോടൊന്ന് പറഞ്ഞാൽ just let's cry out to the Lord. ഹല്ലേലൂയ. ദൈവത്തോട് എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ Let's just combine together and cry. ഹല്ലേലൂയ. സ്തോത്രം. ജീവനുള്ളവൻ The one who has life. എന്നെനിക്ക് പേരുണ്ട്. I have a name. എങ്കിലും ഞാൻ മരിച്ചവനെ പോലെയാണ് ജീവിക്കുന്നത്. But still I'm living like a dead person. ജോൺസൺ ബ്രദർ. Yeah, Johnson. ജീവനുള്ളവൻ എന്ന പേരുണ്ട്. But you have a name that you are living. പക്ഷെ മരിച്ചവനെ പോലെയാണ് ജീവിക്കുന്നത്. But I'm living like a dead. ഇങ്ങനെ ജീവിപ്പാനല്ല കർത്താവ് കണ്ടിരിക്കുന്നത്. God has not seen you in that. ദൈവത്തിന്റെ വചനം ഏറ്റെടുക്കുമെങ്കിൽ സാഹചര്യം നോക്കേ. Please don't be worried. മരിച്ചവനായിരിക്കാനല്ല ദൈവസഭയിലേക്ക് കൊണ്ടുവന്നത്. God has not brought you to be sitting like a dead. എല്ലാ മരിച്ച അവസ്ഥയിൽ നിന്ന് യേശുവിനെ വിടുവിപ്പാൻ കഴിയും. God is able to. ദൈവത്തിനോട് നന്ദി പറഞ്ഞാൽ Let's just cry out and പ്രിയ സഹോദരനെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാവരും ചേർന്ന് പ്രിയ സഹോദരനെ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മരിച്ചവനാകുവാനല്ല it is not to be dead. ബെഥേലിലേക്ക് പ്രിയ സഹോദരനെ കർത്താവ് അയച്ചത്. He was brought to the Bethel church. ഓരോരുത്തരോട് പറഞ്ഞാൽ ജീവൻ എന്ന പേരുണ്ട്, പക്ഷെ മരിച്ച അവസ്ഥയാണ് എന്റേത്. Can we tell out if it is so that we have a name that we are alive but we have a death situation? അതിന്റെ രണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നു. The second verse ഉണർന്നുകൊള്ളുക. Please wake up. ഉണർന്നുകൊള്ളുക. Wake up. ദൈവാത്മാവ് പറയോ ഉണർന്നുകൊള്ളുക. And the spirit of the ഒരു തീരുമാനം എടുക്കുവാൻ കഴിയുമെങ്കിൽ if you can take a decision, ജീവിതത്തിൽ കർത്താവ് വലിയ വിടുതൽ ചെയ്യും. the Lord will do a great deliverance in your life. ഈ 21 ദിവസ ഉപവാസ പ്രാർത്ഥനയിൽ In this 21 days of fasting, കർത്താവ് നമ്മുടെ മതിയെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. God will manifest His glory. രണ്ടാം വാക്യം വായിക്കുമ്പോൾ ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമുള്ളതായി കണ്ടില്ല, പൂർണ്ണത ഉള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും. രണ്ടാം വാക്യം വായിക്കുമ്പോൾ Wake up and strengthen what remains and is about to die. For I have not found your works complete in the sight of my God. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ For the word of God, നമ്മളെ തന്നെ ഒന്ന് ചോദിക്കുക. can we just consider ourselves? ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. Oh Lord, please strengthen the parts that are dying. ഞാൻ നിന്റെ പ്രവൃത്തി I have your activities എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ in the presence of God, പൂർണ്ണതയുള്ളതായി കണ്ടില്ല. not seen that it was in completion. അവനോട് പറഞ്ഞാൽ Let us just cry out to the പൂർണ്ണത Lord. വരുവാനുള്ള മേഖലകളിൽ Oh Lord, to get a completion. പൂർണ്ണത വരുത്തും. Please bring it to God. ആരും പൂർണ്ണത അല്ല ദൈവം. Bring it into completion. നമ്മൾ ആരും പൂർണ്ണതയുള്ളവരല്ല. We are not all people of completion. പൂർണ്ണത വരുത്തേണ്ട മേഖലകളിൽ Where the instances where there are situations where പൂർണ്ണതയുള്ളവർ the be brought. പൂർണ്ണതയുള്ളവരായി ജീവിക്കാൻ To live as people of completion. ദൈവം കൃപ വരും. Let the grace of God be upon us. ജയകരമായി ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കാം. I want to have a victorious life in this world. അതിന്റെ മൂന്നാം വാക്യം. The third verse. ആകയാൽ നീ പ്രാപിക്കുകയും ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും കേട്ടോ. സ്തോത്രം വായിച്ചു. മാനസാന്തരപ്പെടുകയും ചെയ്യുക. ആമേൻ. Remember then what you received and heard, keep it and repent. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും അടുത്ത ഭാഗം പറയുന്നത് മാനസാന്തരപ്പെടുകയും ചെയ്യുക. Remember then what you received and heard, keep it and repent. ഉണർന്നിരുന്നാൽ if you wake up, ഞാൻ കള്ളനെ പോലെ വരും. I'll come like a thief. ഉണർന്നിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. If you wake up, I'll come like a thief. അടുത്ത ഭാഗം നീ ഉണരാതിരുന്നാൽ നീ ഉണർന്നാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ നീ വരും. ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. If you will not wake up, I'll come like a thief. നീ ഉണരാതിരുന്നാൽ if you will not wake up, I'll come like a thief. I'll come like a thief. And you can lose your everlasting life.
നീ ഉണരാതിരുന്നാൽ, if you are not waking ഞാൻ up, കള്ളനെ പോലെ I'm going to come as a thief. Can you just tell it to the Lord? യേശു കള്ളനെ പോലെ വരുന്ന ദിവസം There is a day coming where God നീ is going to ഉണരാതിരുന്നാൽ, if we are not big, ഞാൻ കള്ളനെ പോലെ Jesus will come like a പരിശുദ്ധാത്മാവാ നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. the Spirit of the Lord has to be. അവരോട് പറഞ്ഞാൽ Just let's cry out to the Lord. അല്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരുമ്പോൾ If when Jesus is coming as a thief, എനിക്ക് നിത്യത വേണം. oh God, I want an everlasting life. അടുത്ത ഭാഗം കൂടെ വായിച്ചു. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുന്നെന്ന് നീ അറിയില്ല. And you will not know at what hour I'll come against you. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർസിസിൽ നിനക്കുണ്ട്. ഹല്ലേലൂയ. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർസിസിൽ നിനക്കുണ്ട്. Yet you have still a few names inside these people who have not soiled their garments. ഹല്ലേലൂയ. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർവീസിലുണ്ട്. Yet you have still a few names inside these ഉടുപ്പ് people. മലിനമാക്കരുത്. Please don't soil your garments. ദൈവമേ, Oh dear God, മലിനമാക്കരുത്. please don't soil your garments. അഞ്ചാം വാക്യം പറയുന്നു, 5th verse says, അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് അവർ എന്നോടുകൂടെ നടക്കും. അടുത്ത ഭാഗം, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മാച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. എല്ലാവർക്കും ദൈവസന്നിധിയിൽ the one who conquers will be clothed thus in white garments, and I will never blot his name out of the book of life. നമ്മൾ കേട്ട വചനത്തിന് മുമ്പ് നമ്മളെ തന്നെ സമർപ്പിക്കാം. Let's summon our lives on the word that we have heard. ആറാം വാക്യം ഒന്നുകൂടെ വായിച്ചാൽ, ജയിക്കുന്നവൻ ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മാച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും. The one who conquers will be clothed thus in white garments, and I will never blot his name out of the book of life. Oh Lord, give me a grace that I can lead a victorious life in this world. I thank you, Lord, that my name is in the book. There is a book from which it is not blotted out. Please write my name in the book of life. Just let's cry out to the Lord. I want a victorious life in this world. Please write my name in the book of the life. മാച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. I'll never blot his name out of the book of life. I will confess his name before Father and before the angels. He who has an ear, let him hear what the Spirit says to the churches. God bless you for the words. We'll just sing a